ആളുകൾ ആദ്യം ചെയ്ത ഹജ്ജാണ് ഫർള്, ബാക്കിയൊക്കെ സുന്നത്താണ്. എൻ്റെ രണ്ടാമത്തെ ശരിയാക്കാം, മൂന്നാമത്തെ ശരിയാക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഫർളാക്കപ്പെട്ടതാ ശരിയാക്കണ്ടേ. ശൈത്താൻ നമുക്ക് പറഞ്ഞു തരും, ഇനിയും സാഹചര്യം ഉണ്ടാവുമല്ലോ, ഇനി പോകുമ്പോൾ ചെയ്യാമല്ലോ എന്നൊക്കെ. ഹജ്ജിന്റെ വേളയിൽ പോലും ശൈത്താൻ നമുക്ക് പറഞ്ഞുതരും. തോളത്തിരുന്നിട്ട് പറയുന്നതാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ആ വാക്ക് തന്നെ പറയുന്നത്. നീ ചെയ്യണ്ട എന്ന് പറയില്ല, എന്നിട്ട് പറയുന്ന വാക്ക് എന്താണ്? സൗഫ സൗഫ, പിന്നെയാകാം പിന്നെയാകാം എന്ന് ശൈത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല മനുഷ്യന്മാരോട് ശൈത്താൻ ചെയ്യരുത് എന്ന് പറയില്ല എന്ന് അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു. നല്ല മനുഷ്യന്മാരോട് ചെയ്യരുത് എന്ന് പറയില്ല, പിന്നെ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. ചെയ്യണം, കുറച്ച് കഴിഞ്ഞിട്ടാകാം. അത് എത്രത്തോളം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മകന് സാമ്പത്തികം ആവശ്യമുള്ള സമയത്ത് ഒരു പിതാവിന് തോന്നും ഇപ്പം അത് ചെയ്തു കൊടുക്കണമെന്ന്. പക്ഷേ ശൈത്താൻ വന്നിട്ട് പറയും, മോനല്ലേ പിന്നെ കൊടുക്കാൻ. അങ്ങനെ അത് നീട്ടിപ്പോയി ആ മകനെ വരെ പ്രയാസപ്പെടുത്തുന്ന മക്കളുണ്ട് എന്ന് അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. പിന്നെയാകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ വേളയിലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത്. ഞാനതിലേക്ക് വരാം. ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മൾ ആരെയൊക്കെ കാണുന്നുവോ, നമ്മുടെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പള്ളിയിലേക്ക് കൊടുക്കുന്നവരുണ്ട്, മദ്രസയിലേക്ക് കൊടുക്കുന്നവരുണ്ട്, എല്ലാറ്റിനും വേണ്ടി കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ദിർഹമിന് 1,00,000 ദിർഹം പ്രതിഫലം കിട്ടുന്ന സ്ഥലം അത് മക്ക മാത്രമേ ഉള്ളൂ. ഒരു ദിർഹമിന് പല കണക്കുകളുമുണ്ടെങ്കിലും 50,000 ദിർഹം പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലമേ ഈ പുണ്യഭൂമിയിലുള്ളൂ, അത് മദീനയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ദിർഹം ഒരു പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എവിടെ വരുന്നവർക്കോ ആർക്കെങ്കിലും നമ്മൾ അഫ്ഷുസ്സലാം, ഒന്നാമത് സലാമിനെ വ്യാപിപ്പിക്കുക, മറ്റൊന്ന് നിങ്ങൾ മറ്റുള്ളവരെ അന്നം കൊടുത്തുകൊണ്ടേയിരിക്കുക, ഭക്ഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അങ്ങനെ ആളുകൾക്ക് ഒരു വെള്ളക്കുപ്പി കൊണ്ടുവന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഇത്രയും പ്രതിഫലമുള്ള കാര്യമാണ്, അത്രയും പ്രതിഫലമുള്ള കാര്യമാണ്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ഒരു 1000 ദിർഹം, 1000 × 1,00,000 എന്ന് പറഞ്ഞാൽ എത്രയായി? 100 1,00,000 കൂട്ടിയാൽ 1 കോടിയായി. അപ്പൊ 10 കോടി രൂപ, ഏകദേശം 10 കോടി ദിർഹം പ്രതിഫലം ചെയ്തതുപോലെയാണ്. ഉലമാക്കൾ പറയുന്നത് ഇരട്ടിയാകുന്നു എന്ന് പറയുമ്പോൾ കേവലം അതിന്റെ ഇരട്ടിയല്ല, അതിനേക്കാൾ അപ്പുറത്തുള്ള ഇരട്ടിയാണ്. പക്ഷേ നമ്മൾ അതിന് പിശുക്കത്തരം കാണിക്കും. നമ്മൾ ചിലപ്പോൾ ഇവർ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾ വാങ്ങിക്കുന്നത്, സർക്കാർ വാങ്ങിക്കുന്നത് 2 3 3.5 ആയിരിക്കും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മൾ വലിയ പിശുക്കന്മാരായി മാറാറുണ്ട്. വലിയ പിശുക്കന്മാർ. അത് അവർക്കല്ലല്ലോ കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്, നമ്മൾ അവിടെ ചെലവഴിക്കേണ്ടതാണ്. അപ്പൊ ഹജ്ജിന് വേണ്ടി തയ്യാറാകുമ്പോൾ കേവലം അതിനു വേണ്ടിയുള്ള പൈസ, ഞാൻ അത്യാവശ്യം സമ്പത്തുള്ളവരെ പറ്റി പറഞ്ഞു കേട്ടോ. പാവപ്പെട്ട കുറെ ആൾക്കാർ എങ്ങനെയെങ്കിലും അരിഷ്ടിച്ചു പോകുന്നുണ്ടാവും, അവരെ കുറിച്ചല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊരു വിവാഹം കഴിക്കുന്ന സമയത്ത്, മക്കളെ കെട്ടിക്കുന്ന സമയത്ത് എത്രയോ സമ്പത്തുകൾ നമ്മൾ ചെലവഴിക്കാറുണ്ട്. 5 ലക്ഷം രൂപക്ക് പന്തലിടുന്നവരുണ്ട്, 10 ലക്ഷം രൂപക്ക്. നാളെ കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയി 38 ലക്ഷം രൂപക്കാണത്രേ അവിടെ ഭക്ഷണം വിളമ്പുന്നത്. ഞാൻ പറയുന്നത് അത്രത്തോളം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ വിവാഹ മാമാങ്കങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഹജ്ജിന്റെ വേളയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു അന്നം വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പ്രത്യേകിച്ചും പിന്നോട്ട് പോകാറുണ്ട്. കാരണം നമ്മളൊരു വിവാഹം കഴിപ്പിച്ചാൽ അതിന് ചിലപ്പോ അന്ന് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലം ഉണ്ടാകാം നല്ല രീതിയിലാണെങ്കിൽ. പക്ഷെ മക്കയിൽ പോയിട്ടാണ്, മദീനയിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ, ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 രൂപക്ക് 1,00,000, അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്ന് പറയുന്ന ഉലമാക്കളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 1,00,000 പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണത്. അതുകൊണ്ടാണ് മദീന മസ്ജിദുൻ നബവിക്ക് വേണ്ടി 2 യതീം മക്കൾ രംഗപ്രവേശനം നടത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു പള്ളി കയറ്റണം, ആ പള്ളിക്ക് വേണ്ടി സ്ഥലം തരണമെന്ന് പറഞ്ഞപ്പോ മാതാവും പിതാവും ഇല്ലാത്ത 2 യതീം മക്കളാണ് അവിടെ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞത്. അവിടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ കൊടുക്കേണ്ട, അത് വിലക്ക് വാങ്ങിക്കുമെന്നാണ്. അങ്ങനെയാണ് സഹാബാക്കൾ അത് വിലക്ക് വാങ്ങി കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് അത്രത്തോളം അതിനുവേണ്ടി മത്സരിച്ച മുൻഗാമികളുടെ കാലഘട്ടമാണ്. നമ്മൾ ദീനിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുക്കമെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കാവുന്ന, കാരണം നമുക്കത് പെട്ടെന്ന് പിരിച്ചുവിടേണ്ടുന്ന ഒരു സദസ്സായതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരുക്കമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് കുറച്ച് ഒരുക്കങ്ങളുണ്ട്. അത് ചിലപ്പോൾ ട്രാവൽസുകാരോ ഗവൺമെന്റ് ഒക്കെ നോക്കിയിട്ടുണ്ടാകും. ഒന്ന്, നിങ്ങളുടെ പാസ്പോർട്ടിൽ സമയമുണ്ടോ എന്നതാണ്. അതിന്റെ ടെക്നിക്കാലിറ്റി ഒക്കെ ഇവിടെ അതിന്റെ ആളുകൾ പറഞ്ഞു തരും. പാസ്പോർട്ടിൽ ഇത്ര സമയമില്ല എങ്കിൽ അത് പുതുക്കേണ്ടെന്ന സമയമുണ്ടാകും. അങ്ങനെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ചില ആളുകൾക്കൊക്കെ അങ്ങനെ മിസ്സാകാറുണ്ട്. പാസ്പോർട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സർക്കാർ കൊടുത്ത ആൾക്കാരെ പറ്റിയിട്ടല്ല, പ്രൈവറ്റായിട്ട് പോകുന്ന ആൾക്കാർ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സീല് തീർന്നിട്ടുണ്ടാകും.
എൻ്റെ പാസ്പോർട്ട് ഞാൻ ഷബീർ ഭായിനോട് പറയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്പോർട്ടിൻ്റെ പേജ് തീർന്നു, 1.5 വർഷമായിട്ടുള്ള പുതുക്കിയിട്ട്. ഇനിയും 2028 വരെ അതുണ്ട്. പക്ഷേ പാസ്പോർട്ട് തീർന്നു, പേജ് തീർന്നു. എന്നിട്ട് വരുന്ന സമയത്ത് എൻ്റെ അനിയൻ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഇത് പുതുക്കിയോന്നാ ചോദിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പേജ് തീർന്നിരിക്കുന്നവരുണ്ടാകും, അതിലൊരു പേജ് പോലും കുത്താനില്ലാതെ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നല്ലതാ. അങ്ങനെയും മിസ്സായ കുറെ ആൾക്കാരുണ്ട്. ഇതതിൻ്റെ ഒരു ഒരുക്കമാണ്. സാമ്പത്തിക തരത്തിലുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ഏതാണ് ഒരുക്കം? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പോകുന്നിടത്ത് നിങ്ങളിങ്ങനെ മനസ്സുകൊണ്ടെന്ന് സങ്കല്പിച്ചു നോക്കൂ. അവിടെ ചായ വിതരണം ചെയ്യുന്നുണ്ട്, അത് കുടിച്ചോ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ചായ എങ്ങനെ വരിക, കുടിക്കുക, അത്രമാത്രം. അതിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് സമയം ഇപ്പോൾ ചായേണ്ടതായിരിക്കും. പക്ഷെ അത് അവിടെ എത്തുമ്പോഴേക്ക് ക്ലാസ്സും തീരുമോ എന്നുള്ളതാണ് സംശയം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തീർക്കുന്നതാണ് നല്ലത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുക്കത്തിൻ്റെ ഭാഗമായി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതിന് മുമ്പ് ഹജ്ജ് ചെയ്തവരെ കൂട്ടത്തിൽ ഉണ്ടാകാം, അവർക്കൊക്കെ അറിയാം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന്. പക്ഷേ പോകാത്ത ആളുകളുണ്ടാകും, ഇതുവരെ ആ മണ്ണിൽ ചവിട്ടാത്ത ആളുകളുണ്ടാകും. ഹജ്ജ് ക്യാമ്പിൽ ഖിദ്മത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, അതായത് ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട്, അവർക്ക് പിന്നെ എല്ലാവരും കാണുമ്പോൾ ഉസ്താദാണ്, അങ്ങനെ നോക്കിക്കൊണ്ട് പറയാറുണ്ട്, എൻ്റെ മോന് നിർബന്ധിച്ചപ്പോൾ പോന്നതാണ്, അല്ലാതെ എനിക്കിപ്പോൾ തന്നെ പോകണമെന്നൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരുണ്ട്. മക്കള് പൈസ അയച്ചു കൊടുക്കുകയാണെന്ന്. മോൻ പറഞ്ഞപ്പോൾ പിന്നെ ഒരുങ്ങല്ല, നിവൃത്തില്ലല്ലോ, ഓനല്ലേ പെരയിലെ കാരണവര്, അതുകൊണ്ട് മോൻ പറഞ്ഞപ്പോൾ ഒരുങ്ങിയതാ. അങ്ങനെ ഒരു ഒരുക്കം ഇസ്ലാമിക ചരിത്രത്തിലില്ല. അവനവനാണ് ഹജ്ജിന് വേണ്ടി ഒരുങ്ങേണ്ടത്. ആ ഒരുങ്ങുന്ന സമയത്ത് മക്കൾക്ക് സാമ്പത്തികപരമായി സഹായിക്കാം, അത് വേറെ കാര്യം. അല്ലാതെ വാപ്പാക്ക് വേണ്ടി മകനല്ല ഒരുങ്ങേണ്ടത്, വാപ്പ തന്നെയാണ് ഒരുങ്ങേണ്ടത്, വാപ്പ തന്നെയാണ്. അതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്? നമ്മൾ ഏതെങ്കിലുമൊക്കെ, ആർക്കും മുഷിപ്പൊന്നും തോന്നരുത്, ഞാൻ അതിന്റെ വിവക്ഷകൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. എവിടുന്നെങ്കിലും റിയൽ എസ്റ്റേറ്റിൽ മറ്റുള്ളവനെ വഞ്ചിച്ചിട്ടോ അല്ലെങ്കിൽ അവനോട് കളവ് പറഞ്ഞിട്ടോ 25,000 രൂപക്ക് വാങ്ങിയത് 50,000 എനിക്ക് വില എന്ന് പറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടാക്കിയ സമ്പത്താണ് എങ്കിൽ, കളവിന്റെ പേരിലും വഞ്ചനയുടെ പേരിലുമാണ് എങ്കിൽ, ഈ പാവം 70ഉം 75ഉം വയസ്സായി ഈ പാവത്തിനെ വെറുതെ ആ മണ്ണിലേക്ക് അയക്കരുത് എന്ന് ഇതിന് സമ്പത്ത് ചെലവഴിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം. കാരണം പ്രിയപ്പെട്ട പിതാവിനെ അയക്കുന്ന സമയത്ത് ഒരു നയാ പൈസ പോലും അതിൽ ഹറാമായതുണ്ടാകാൻ പാടില്ല. അതല്ലാതെ നമ്മൾ വലിയ കച്ചവടക്കാരാണ്, നമ്മൾ വലിയ ബിസിനസ്സുകാരാണ്, അതുകൊണ്ട് 3-3.5 ലക്ഷം എടുക്കാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ വാപ്പയെ പറഞ്ഞയക്കരുത്. വാപ്പയ്ക്ക് ഇപ്പൊ 70 വയസ്സായെങ്കിൽ 70 വർഷത്തിന്റെ സ്വപ്നമാണ് ആ മണ്ണിലൊന്ന് കാലുകുത്തണമെന്നത്. ആ കാലുകുത്തുമ്പോ നിങ്ങൾ മക്കൾ കൊടുക്കുന്ന സമ്പത്ത് ഹറാമിൻ്റെതായി പോയെങ്കിൽ ആ പാവം അവിടെ ആ മണ്ണിൽ കാലുകുത്തിയിട്ട് കാര്യമില്ല. കാരണം മനിസ്തതാ ഇലൈഹി സബീല എന്ന് പറയുന്നതിൽ വഴിയാലും തടിയാലും മുതലാലും എന്ന് പറയുമ്പോ ഈ തടിയും ഹലാലാകണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ കൊടുക്കുന്ന അതാണ്. നമ്മൾ ചില ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഉലമാക്കളോട് ചോദിക്കുന്നത് നല്ലതാണ്. ഫുതുഹുൽ ഗൈബ് പോലെ, ഫത്ഹുർ റബ്ബാനി പോലെ, ഉന്നത്തു താലിബീൻ പോലെ നമ്മൾ ഇതൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ പറയുന്നത് അതിലേക്ക് ഇതിന്റെ അസ്റാറുകൾ പറയുന്നുണ്ട്. മനിസ്തതാ ഇലൈഹി സബീല എന്ന് പറയുമ്പോൾ തടിയാലും നമ്മൾ പറ്റണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തടി ആരോഗ്യമുണ്ടാകണം എന്നൊരർത്ഥമുണ്ട്. പക്ഷെ ആത്മീയാചാര്യന്മാർ അർത്ഥം കൊടുക്കുന്നത് ഒറ്റ അർത്ഥമാണ്. ഇതിന്റെ സൗണ്ട് ഒന്ന് കുറക്കുമോ? കാരണം ഭയങ്കര മുഴക്കണ്ട് എന്നാ തോന്നുന്നത്. ഇവൻ ഭയങ്കര, നമ്മൾ എവിടെ ഉണ്ടെങ്കിലും സൗണ്ടിന്റെ ആളാണ് അവൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് സൗണ്ട് പറഞ്ഞ ആളെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. ഞാൻ നാളെ കൊല്ലത്തൊരു പരിപാടിക്ക് പോയി, നമ്മളെ കബീർ ബാക്കയെ വിളിച്ചിട്ട് പോയതാണ്. അടുത്ത ആഴ്ചയാണ് മൂപ്പര നാട്ടിലെ പരിപാടി. അപ്പൊ ഞാനിങ്ങനെ പോയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ തന്നെ അല്ലേ എന്ന്. കാരണം 60,000-70,000 വാട്സാണ് ഇട്ടിട്ടുള്ളത്. അത്ര ഒന്നും സൗണ്ടിന്റെ ആവശ്യമില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, അല്ലാതെ എല്ലാവരും അഭിപ്രായത്തിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ട. ചില ആൾക്കാർക്ക് സൗണ്ട് വേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മുഴക്കം വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. സൗണ്ടിന്റെ മാഷാ അല്ലാഹ് എപ്പോഴും നമ്മളെ ഏറ്റവും വലിയ ബന്ധമുള്ള ഒരാളാണ്. ഇത് ക്ലാസ് ആയിട്ട് ഇങ്ങനെ പോണ്ടതാണ്, ഒരു ഗംഭീര പ്രസംഗമല്ല, ഇത് തെരുവ് പ്രസംഗമല്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാജിമാരെ നമ്മൾ ശ്രദ്ധിക്കുക. തടിയാലും വഴിയാലും മുതലാലും എന്ന് പറയുമ്പോൾ നമ്മുടെ തടി ആരോഗ്യമുണ്ടാക്കണം എന്നതൊരു അർത്ഥമാണ്. ആരോഗ്യം ഉണ്ടാവണം മനുഷ്യന് ഹജ്ജിന് പോകണമെങ്കിൽ. ഞാൻ പറയാം, ഹജ്ജിന് നേരത്തെ പോകണമെന്നാ. കാരണം നമ്മൾ അതിനും കുറെയൊക്കെ നീട്ടിവെച്ച് എന്തേ കാര്യം, കുറച്ചും കൂടി ഇങ്ങനെ കണ്ട് പോട്ടെ. ഹജ്ജിന് പോയാൽ പിന്നെ അതൊന്നിനും പറ്റൂലല്ലോ എന്നുള്ളതാണ്. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം പറ്റൂലല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങനെ കണ്ട് പോട്ടെ എന്നുള്ള ഒരു ജീവിതം നമുക്കുണ്ടായേ. 27-ലും 30-ലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തെത്താൻ പറ്റും. സൗർ ഗുഹയുടെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം.
70-ാമത്തെ വയസ്സിൽ കയറി പോകുമ്പോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം പേടിച്ചരണ്ടിരുന്ന അള്ളാഹുവിന്റെ കാവല് വേണ്ടി കാത്ത സൗർ ഗുഹയിൽ കയറാൻ 70-കാരന് പ്രയാസമായി വരും. ജബലുൻ നൂറിലെ ഇറാ ഗുഹയിൽ നമുക്ക് കയറാം. 30-ലും 35-ലും പോകുമ്പോ, അല്ലെങ്കിൽ 40-ലും, ചിലർക്ക് 60-ലും 70-ലൊക്കെ പറ്റാറുണ്ട്. അവിടെ എത്തുമ്പോ ഒരു പ്രത്യേക ആഫിയത്ത് കിട്ടലാണ്. ആദ്യമായി ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയ അവിടുന്ന് സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിച്ചത് ഖദീജ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയ ആ പടവുകളില്ലാത്ത പാറപ്പുറത്തിലൂടെ കയറാൻ ഒരു പക്ഷേ നമുക്ക് പറ്റും. അത് ചെറുപ്പത്തിൽ പോയാലേ പറ്റൂ. 70-ഉം 75-ഉം വയസ്സായി കാലിന്റെ മുട്ടിന് പ്രയാസവും മറ്റുള്ള ഈ പറഞ്ഞതൊന്നും ഹജ്ജിന്റെ ഭാഗമല്ലട്ടോ. ഇറാ ഗുഹയിലെ കേരളം, തൗർ ഗുഹയിലെ കേരളം ഹജ്ജിന്റെ ഭാഗമല്ല. എന്നാലും നമുക്കൊരാഗ്രഹമില്ലേ, ആദ്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട സ്ഥലം, ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച സ്ഥലം, നുബുവത്ത് കിട്ടിയ സ്ഥലം, അവിടെ ഒന്ന് കേറിപ്പോയി ആ ഗുഹക്കകത്തൊന്ന് കയറാൻ നമുക്കൊരു മോഹമില്ലേ? ചരിത്രത്തിന്റെ ഭാഗമായിട്ടെങ്കിലും ഇഷ്കിന്റെ ഭാഗമായിട്ടെങ്കിലും അവിടെയൊന്ന് കയറാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിരാശപ്പെടുത്തല്ല. അതുകൊണ്ട് ഇതിൽ കുറെ ചെറുപ്പക്കാരിയ്ക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു ധാരണ എന്താണെന്നറിയോ, കുറെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ 60-70 ആയിട്ട് പോകേണ്ട ഒരു സാധനമാണെന്നാണ്. അല്ല, എപ്പോഴാണോ നമ്മുടെ അടുക്കൽ അതിനുള്ള സമ്പത്തുള്ളത് ആ സമയത്ത് നമ്മൾ പോകേണ്ടതാണ്. ചെറുപ്പക്കാരിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ആവേശമാണ്. എല്ലായിടത്തും കയറി, എല്ലായിടത്തും പോയി. തന്നെയല്ലേ ഹറമിൽ നിന്ന് മിനയിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അവിടെ പിന്നെ ഒരു 2 കിലോമീറ്റർ അവിടെ നടക്കാനുണ്ട്. ആ നടത്തം എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ നടക്കണ മാതിരിയാണ്. ഞങ്ങൾ പേടിപ്പിക്കല്ല, കുറച്ചൊരു ആഫിയത്തൊക്കെ വേണതിന്. അതുകൊണ്ടാണ് തടിയാലും എന്ന് പറയുന്നത്. തടിയാലും നമുക്ക് കഴിവുണ്ടാകണം. മറ്റൊന്ന്, ഈ തടിയാലും എന്ന് പറയുന്നതിന് ആത്മീയപരമായ പ്രിയപ്പെട്ട നമ്മുടെ മഹത്തുക്കൾ അതിനർത്ഥം കൊടുക്കുന്നത് നമ്മുടെ ഈ തടി ഹലാലായതായിരിക്കണം എന്നതാണ്. ഹലാലായ തടിയല്ലാതെ അവിടെ നമ്മൾ പ്രവേശിപ്പിക്കരുത് എന്നാണ്. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഏർപ്പാടുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, ആളുകളോടുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹറാം ഉണ്ടെങ്കിൽ അവിടെ കാല് കുത്തുമ്പോ ശ്രദ്ധിക്കണേ എന്നാണ് ഉലമാക്കൾ നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ തടിയാലും എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഒന്നിനുണ്ട്. ഒന്ന് ലാഹിറാണ്, ഒന്ന് ബാത്തിനിയാണ്. ലാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാണ്. ആ പ്രത്യക്ഷത്തിൽ വരുന്ന പദം ആരോഗ്യമുണ്ടാവുക എന്നതാണ്. പരോക്ഷത്തിൽ വരുന്ന അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നിന്റെ തടി പവിത്രമായിരിക്കണം എന്നതാണ്. ആകാശത്തിന്റെ തമ്പുരാന്റെ നേരെ കൈകൾ ഉയർത്തുമ്പോ പരിശുദ്ധമായ തടിയും കൊണ്ടുവേണം അവിടെ പോകാൻ എന്നതാണ്. പലിശയുമായി ബന്ധമുള്ള, വേറെ രീതിയിൽ ബന്ധമുള്ള അർത്ഥത്തിലാകരുത് നമ്മൾ അവിടെ എത്തേണ്ടത് എന്നാണ്. സംശുദ്ധമായ രീതിയിലായിരിക്കണം അവിടെ എത്തേണ്ടത്. അല്ലാതെ തടിക്കാരോഗ്യം എന്നത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുതലാലും എന്ന് പറയുമ്പോ മുതല് നമുക്ക് ചിലപ്പോ 3 ലക്ഷോ 3.5 ലക്ഷോ അല്ലെങ്കിൽ 2.5 ലക്ഷം എത്രയാണോ നിങ്ങളെ കണക്ക്, അതിനനുസരിച്ച് വേണം. അതല്ല ഇവിടെ അർത്ഥം വെക്കുന്നത്. ആ സമ്പത്ത് ഹലാലാകണം എന്നതാണ്. 3.5 ലക്ഷം ഉണ്ടായാ പോകാന്നുള്ളതല്ല, അത് ഹലാലാകണം എന്നതാണ്. ആ ഹലാൽ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അതിസൂക്ഷ്മത. ഞാൻ ഭയപ്പെടുത്തല്ല, പക്ഷെ ഇതൊക്കെ പറയണല്ലോ. ഇതൊക്കെ ഉസ്താദുമാര് വിശദീകരിച്ചു പറഞ്ഞുതരും. അവരാണ് അതിന്റെ കടമപ്പെട്ടവർ. ഞാൻ എന്റെ ആശയപരമായ അഥവാ ചെറിയ ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നതിന്റെ വിശദീകരണം അവർ പറഞ്ഞു തരും. നമ്മുടെ സമ്പത്ത് അത് ഹലാലാണോ? അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. 2 അബൂ ദുജാനമാരുണ്ട് ചരിത്രത്തിൽ ഫേമസ് ആയിട്ടുള്ള. ഒന്ന് ഉഹുദിന്റെ രണാങ്കണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിമാറത്ത് പിടിച്ചു നിന്നിട്ട് അമ്പെയ്യുന്നവരെ എയ്തുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ അബൂ ദുജാന റളിയല്ലാഹു തആല അമ്പ് ഏറ്റ് പടഞ്ഞ് തീരുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണഞ്ഞു കുട്ടിപ്പിടിച്ചിട്ട് ഇല്ല, ഞാൻ വിട്ടുതരില്ല. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അണു പോലും, ഒരു ചെറിയ രോമത്തിൽ പോലും എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അബൂ ദുജാന റളിയല്ലാഹു തആല. അതൊരു അബൂ ദുജാന റളിയല്ലാഹു തആല ആണ്. മറ്റൊരു അബൂ ദുജാനയുണ്ട് റളിയല്ലാഹു തആല, സൂക്ഷ്മതയുടെ പര്യായമായി ജീവിച്ച അബൂ ദുജാന റളിയല്ലാഹു തആല. ഏതാ സംഭവം എന്നറിയോ? എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങിയാണ്ട് പോകും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അതേപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ദിക്ർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചെല്ലാതെ ഒരൊറ്റ പോക്കാണ്. എണീറ്റങ്ങണ്ട് പോകും അബൂ ദുജാന റളിയല്ലാഹു തആല.
ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്കത് ഇങ്ങനെ കണ്ടപ്പോ ഒരിക്കൽ വിളിപ്പിച്ചു, എന്താണ് അബൂ ദുജാന നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ ദിക്റുകൾ പോലും പൂർത്തിയാക്കാനുള്ള സന്ദർഭമില്ലേ, സമയമില്ലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പട്ടിണിയുള്ള ഒരാളാണ്, എന്റെ വീട്ടിൽ അന്നമില്ല, ഞാൻ വലിയ പ്രയാസപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് എന്റെ വീട്ടിൽ 2-3 മക്കളുണ്ട് എനിക്ക്, അവരും പ്രയാസത്തിലാണ്, അതുകൊണ്ട് അവർ രാവിലെ എഴുന്നേൽക്കുന്നത് മുമ്പേ എനിക്ക് വീട്ടിലെത്തണം. കാരണം ഞാൻ പള്ളിയിൽ നിന്ന് ഇതെല്ലാം ചൊല്ലി തീർന്നിട്ട് എത്തുമ്പോഴേക്ക് എന്റെ കുഞ്ഞുമക്കൾ ഉണരും. അവർ ഉണർന്നു കഴിഞ്ഞാൽ എന്റെ അയൽവാസിയുടെ ഈത്തപ്പഴ മരം എന്റെ വീട്ടിലേക്കാണ് ചെരിഞ്ഞു നിൽക്കുന്നത്. ഇത് ഈത്തപ്പഴമുള്ള നാടാണ്, ഈത്തപ്പഴത്തിന്റെ കാലവുമാണ്. അതുകൊണ്ട് ഈത്തപ്പഴം അതിൽ നിന്ന് കൊഴിയും. അത് കൊഴിയുമ്പോ എന്റെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് ഹലാലും ഹറാമും അറിയാത്തത് കൊണ്ട് അവരതെടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ദുആ പോലും കബൂലാകൂലല്ലോ. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തത് ഹറാമായി പോകൂലേ? അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തും, എന്നിട്ട് എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഇതൊക്കെ പെറുക്കിയെടുക്കും, എന്നിട്ട് കൊട്ടയിലാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇതിന് 2 അർത്ഥമുണ്ട്. അയൽവാസിയോട് പരിഭവങ്ങൾ പറയാതെ അവനവന്റെ അവസ്ഥക്കനുസരിച്ച് ജീവിക്കുക എന്ന ഒരു പാഠം. 2ാമത്തെ പാഠം, തന്റെ മക്കൾ ഒരിക്കലും ഒരു ഹറാമിന്റെ ഒരു ഈത്തപ്പഴം പോലും കഴിക്കരുത് എന്നതായിരുന്നു സഹാബാക്കളുടെ ചിന്ത. അതുകൊണ്ടാണ് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ അറിയണം, ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഹറാമായ രീതിയിലുള്ള സമ്പത്തുകൾ എടുത്തുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഹലാലായതല്ല എങ്കിൽ അതിനെ ഹലാലാക്കാനുള്ള വഴികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹലാലാക്കാനുള്ള വഴികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹലാലായത് കൊണ്ടേ പോകൂ. കാരണം മക്ക പവിത്രമാണ്, മക്കയിലുള്ളത് പവിത്രമാണ്, മദീന പവിത്രമാണ്, മദീനയിലുള്ളത് അതിലേറെ പവിത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ എന്റെ ശരീരത്തിലോ എന്റെ സമ്പത്തിലോ ഒരു ഹറാമു പോലും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാലേ അങ്ങോട്ട് കാലുകുത്താൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് തോന്നും, ലോകത്തിന്റെ എല്ലാ രാജ്യത്തുനിന്നും ആൾക്കാർ വരുന്നില്ലേ? അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ഇന്ന് ചിലപ്പോ ഹജ്ജ് ടൂർ എന്ന് കേൾക്കാറുണ്ട്, ഉംറ ടൂർ എന്ന് കേൾക്കാറുണ്ട്. ആളുകൾക്ക് ഇന്ന് അതൊരു ടൂറായിരിക്കാം. അതിനെപ്പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടം വരും, ധാരാളം ആളുകൾ ഇങ്ങനെ വല്ലാണ്ട് കൂട്ടം കൂട്ടമായി മക്കയിലേക്കും മദീനയിലേക്കും വരും. പക്ഷെ അവരുടെ ഹജ്ജുകൾ അല്ലാഹു കബൂലാക്കൂല, അവരുടെ ഉംറ കബൂലാക്കൂല. കാരണം അവർ വേണ്ട രീതിയിലല്ല അത് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ പാലിക്കാൻ പറ്റുമെന്നതാണ്. നമുക്കെങ്ങനെ പാലിക്കാൻ പറ്റുമെന്നതാണ്. ഹറാമല്ലാത്ത രീതിയിലുള്ള സമ്പത്ത് കൊണ്ട് എങ്ങനെ ആ മണ്ണിൽ കാലുകുത്താം എന്നതാണ്. അത് 2ാമത് പോണവരായാലും ശരി, 3ാമത് പോണവരായാലും ശരി, ആദ്യമായിട്ട് പോണവരായാലും ശരി, എല്ലാവർക്കും നിയമം ഒന്നാണ്. അതുകൊണ്ട് സാമ്പത്തികം, ഇപ്പൊ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം ഞാൻ എവിടേക്കോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മഹല്ലുണ്ട്. ആ മഹല്ല് എന്റെ മഹല്ലിന്റെ തൊട്ടപ്പുറത്താണ്. ഒരു മഹല്ലിനെ തന്നെ ഞാൻ പറഞ്ഞു വലുതാക്കണില്ല, എല്ലാ മഹല്ലും അങ്ങനെ നല്ല പോലെ പോണ തന്നെയാണ്. ആ മഹല്ലില് പള്ളിപ്പണി നടക്കുകയാണ്. 3-3.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അവിടുത്തെ പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. വലിയ പള്ളിയാക്കി മാറ്റാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ പ്രസിഡന്റിനോട് ഞാൻ ചോദിച്ചു, ഞാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് തരട്ടെ, പള്ളിപ്പണി നടക്കല്ലേ, പ്രത്യേകിച്ച് ജുമാ മസ്ജിദാണ്, പഴമയുള്ള പള്ളിയാണ്, അത് പൊളിച്ച് നേരാക്കി വലിയ പള്ളിയാക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും തരട്ടെ എന്ന് ചോദിച്ചപ്പോ അതിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, അതൊന്നും വേണ്ട, കാരണം ഞങ്ങൾ മഹല്ലുകാരനെ മൊത്തത്തിൽ അത് എടുക്കാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വേറൊരു മഹല്ലുകാരെ കൊണ്ട് എടുപ്പിക്കും. ഞാൻ ആ മഹല്ലുകാരനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്, ഒന്നും വേണ്ടെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും പൈസ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടുക? ഈ ഒരു മഹല്ലിൽ നിന്ന് ഇതൊക്കെ പിരിച്ചെടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞ വാക്ക്, അതിന് ഞങ്ങളെ പെണ്ണുങ്ങളുണ്ടല്ലോ എന്നാണ്, ഈ മഹല്ലിലെ സ്ത്രീകളുണ്ടല്ലോ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അവരുടെ വീടുകളിലെ ആഭരണങ്ങൾ അതെന്തായാലും ഹലാലായിരിക്കും മിക്കവാറും. ആ സംഭവങ്ങളെ അവർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹം അത് വിശദീകരിച്ച് പറഞ്ഞില്ലാന്നേ ഉള്ളൂ.
പക്ഷെ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം നാളെ ഉദ്ഘാടനമാണെങ്കിൽ, അവിടുത്തെ സുഹൃത്തുക്കൾ എന്നോട് പറയാണ്, നാളെ ഉദ്ഘാടനമാണെങ്കിൽ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് അവിടുത്തെ ഖാദി. അദ്ദേഹം വരാൻ വേണ്ടി പോവാൻ. അദ്ദേഹം ദർസ് പഠിച്ചത് ഞങ്ങളുടെ മഹല്ലിലാണ്, തൊട്ടപ്പുറത്തെ മഹല്ലിലാണ്. അതുകൊണ്ട് അപ്പുറത്തെ മഹല്ലിന് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കാറുണ്ട്. ഏതായാലും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം സ്ത്രീകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ, സ്ത്രീകൾക്കൊന്ന് പള്ളിക്കൊന്ന് കാണാൻ അവരനുവദിക്കുകയാണ്. അങ്ങനെ സ്ത്രീകൾ വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം, സ്ത്രീകൾ ആ പള്ളിപ്പണിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പള്ളിപ്പണി കഴിഞ്ഞിട്ട് നാളെ ഉദ്ഘാടനം ചെയ്യാനുള്ളതിന് തലേന്ന് വന്നപ്പോ എത്രയോ പാവം വയസ്സേറിയ സ്ത്രീകൾ ഇങ്ങനെ ഈ തൂണിൽ തൊട്ടിട്ട് കരയാണത്രേ, ചുമരിൽ തൊട്ടിട്ട് കരയാണത്രേ. എന്താ കരയുന്നതിന്റെ അർത്ഥം എന്നറിയോ? ഈ ചുമരിൽ എവിടെയോ എന്റെ ഒരു മാലയുണ്ട്, ഈ ചുമരിൽ എവിടെയോ എന്റെ ഒരു വളയുണ്ട്, ആ കാണുന്ന ഈ ഭിത്തിയിൽ എവിടെയോ ഈ തൂണിൽ എവിടെയോ എന്റെ 2 മോതിരമുണ്ട്. ഇതാണ് അവർ ആ തൊട്ട് കരയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ, അവനവന് പറ്റുമെങ്കിൽ അവനവന്റെ സമ്പത്ത് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഭർത്താവ് സഹായിക്കുമെങ്കിൽ സഹായിക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ ഉഷാറായിട്ട് നമ്മൾ 2 പേരും ശ്രദ്ധിക്കണം, ഇത് ഹലാലായത് തന്നെയാണോ എന്ന്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഒരുപാട് സ്വർണം നമ്മുടെ കയ്യിലുണ്ടായിട്ട് അതിന്റെ ഫത്വകൾ നിങ്ങൾ ചോദിച്ചോ? കുറെ കാലം നിങ്ങൾ അതിന് സക്കാത്തും കൊടുക്കാതിരുന്നിട്ട് സ്വർണത്തിന് ഇങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്ന് ഉലമാക്കൾ പറഞ്ഞു തരും. അതും കൊടുക്കാതെയുള്ള സ്വർണം വിറ്റിട്ടാണെങ്കിൽ പോലും ശ്രദ്ധിക്കണമെന്നാണ് പ്രിയപ്പെട്ട ഉലമാക്കൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്യൂർ ഹലാലായിട്ടേ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഏതാണ്? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കൂടുതൽ ബേജാറാക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇതിലേറെ ഗൗരവമുള്ള കാര്യമാണ്. ഹലാലാക്കൽ നമുക്ക് കുറച്ച് എളുപ്പമാവും. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഹലാലായ സമ്പത്ത് കൊണ്ട് തന്നെയാണ് ഈ പോണത്. പക്ഷെ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞേ ഉള്ളൂ. ആരിപ്പോ ഇതിൽ ഹറാമായ പൈസ കൊണ്ടൊന്നും പോണില്ല, അങ്ങനെ പോകാനായിട്ട് പറ്റൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്യൂർ ഹലാലായതും കൊണ്ടാണ് നമ്മൾ പോണത്. പക്ഷെ രണ്ടാമത്തത് ഇതിനേക്കാൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മുന്നൊരുക്കത്തിന്റെ ഭാഗം. ഇവിടെ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമെന്നാണ് പറയുന്നത്. ഈ ഒരുക്കത്തിന്റെ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഇവിടെ നീയത്തിന്റെ കാര്യം പറഞ്ഞു, അതാണ് ആദ്യത്തെ കാര്യം. ഞാനിതിന്റെ സ്ട്രക്ചർ മാത്രം പറയാം. രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുത്തലുണ്ടെങ്കിൽ, എന്തെങ്കിലും തമ്മിൽ ഒരു പിണക്കമുണ്ടെങ്കിൽ അത് തീർക്കാതെ ആ മണ്ണിലേക്ക് കാല് കുത്തരുത്. ഇത് റസൂലുള്ളാഹിയുടെ ഓർഡറാണ്. കാരണം ആരോടെങ്കിലും പിണക്കമുണ്ടായിട്ട് തീർക്കാതെ, അങ്ങനെ ഇന്ന് ഹജ്ജിന് പോണ ആൾക്കാരൊക്കെ ഉണ്ട്, അത് പോയി എന്നിട്ട് വേണമെങ്കിൽ ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ. ഇല്ല സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെ ഒരു ഹജ്ജിന് പോക്ക് നമുക്കില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം അടിയറവ് പറഞ്ഞ് ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയും സർവദീശത്വത്തിന്റെയും ഉടമസ്ഥനുമായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ മൂത്താപ്പാന്റെ മോനോട് പ്രശ്നം, മൂത്താപ്പയോട് പ്രശ്നം, അമ്മായിമ്മയോട് പ്രശ്നം, മരുമകളോട് പ്രശ്നം, ഇപ്പുറത്തെ എളാപ്പാന്റെ മോൻക്ക് ഒരു സെന്റ് കൊടുക്കാനുണ്ട്, മുമ്പ് കച്ചവടം ചെയ്തപ്പോ അവൻക്ക് 10,000 അവിടെ കൊടുക്കാനുണ്ട്. ഇങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് ലബ്ബൈക ചൊല്ലി പോകണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വന്തം പിതാക്കന്മാരോട്, സ്വന്തം മാതാക്കളോട്, സ്വന്തം ഭാര്യയോട് പോലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുത്തരം കാണാതെ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ഇതെന്റെ വാക്കല്ല, എന്റെ വാക്കിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റിൽ പറത്താം, വേണമെങ്കിൽ റോട്ടിലേക്ക് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചതാണ്. മുഖ്ബിറെ സാദിഖ്, ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത, കളവ് പറയാൻ ഒരു നിമിഷം പോലും സാധ്യതയില്ലാത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ആളുകളോടുള്ള ബന്ധങ്ങൾ പൂർത്തിയാക്കാതെ ആരും ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടരുത് എന്ന് റസൂലുള്ളാഹി നമ്മൾ അറിയിക്കാൻ. നമുക്ക് അപ്പോഴും ശൈത്താൻ പറഞ്ഞു തരും, ഓ അങ്ങണ്ടല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഞാൻ അങ്ങോട്ടല്ലല്ലോ. അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, അത് തീർത്തിട്ടേ പോകാവൂ, അത് തീർത്തിട്ടേ പോകാവൂ. പ്രിയപ്പെട്ട മാതാവിനോട് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാകും. ശ്രദ്ധിക്കണം, ഓരോ ഹജ്ജിന് പോകുന്നവരും. ഇതിൽ പല ആളുകളും മാതാക്കളെ ഹജ്ജിന് കൊണ്ടുപോകണമെന്ന് മോഹിച്ചവരാണ്. പക്ഷേ മാതാവിനെ ഹജ്ജിന് കൊണ്ടുപോകാൻ കഴിയാതെ അവസാനം മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഞാനിത് പറയുമ്പോ ഒരുപാട് ആളുകളുടെ കണ്ണ് നിറയുന്നുണ്ട്. അവരത്തരത്തിലുള്ള സഹോദരന്മാരാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? പ്രിയപ്പെട്ട മാതാവിന്റെ കൂട്ടുകാരികള്,
അവരൊന്ന് വയസ്സായിട്ടുണ്ടാകും, അവർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കലാണ്. അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടാകും, അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കലാണ്. അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ മാതാവിന്റെ ഖബർഗേഹത്തിൽ പോ, എന്നിട്ട് പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ട മാതാവിന്റെ മുമ്പിൽ ഏങ്ങലടിച്ച് കരയുന്നതിന് പകരം നിങ്ങൾ അള്ളാഹുവിനോട് ഏങ്ങലടിച്ച് കരഞ്ഞ്, ഈ പ്രിയപ്പെട്ട മാതാവിനെ ഹജ്ജിന് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല അള്ളാഹുവേ, അതുകൊണ്ട് ഞാനിതാ ഹജ്ജിന് പോവാണ്, ഇതെന്റെ ഫർദാക്കപ്പെട്ട ഹജ്ജാണ്, ഇനി എനിക്കൊരവസരം കൂടി കിട്ടിയാൽ എന്റെ ഈ ഉമ്മക്ക് വേണ്ടി ഞാനൊരു ഹജ്ജ് ചെയ്യുമെന്ന് നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ ഉമ്മക്ക് വേണ്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്യാവൂ. കാരണം നമ്മളെ പോറ്റിയത്, നമ്മളെ പരിപാലിച്ചത്, നമ്മൾ ഇതുവരെ കൊണ്ടു നടന്നത്, മോനെ എന്ന് പറഞ്ഞ് വിളിച്ചത്, ഇല്ലായ്മയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് അവര് പട്ടിണിയിലായിരുന്നവത്രേ, പരിവട്ടത്തിലായിരുന്നത്രേ, 5ഉം 6ഉം വയസ്സ് നമുക്കുണ്ടായിരുന്ന സമയത്താണ് അവരിങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, അള്ളാഹുവെ എന്റെ കുട്ടിക്ക് നീ ദാരിദ്ര്യം കൊടുക്കരുതെന്ന്. അങ്ങനെ എത്രയോ മാതാക്കൾ മരിച്ചുപോയി, എത്രയോ പിതാക്കൾ മരിച്ചുപോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കൾക്ക് വേണ്ടി കൂലിപ്പണി ചെയ്ത് ജീവിച്ച് എത്രയോ പിതാക്കന്മാർ ജീവിച്ചു പോയി, അവരെത്രയോ പേർ മരിച്ചുപോയി. അവരൊന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്ന എത്രയോ മക്കളാണ് ഇരിക്കുന്നവരൊക്കെയും. എന്റെ ഉപ്പ ഇന്നുണ്ടായിരുന്നെങ്കിൽ, എന്റെ ഉമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഞാൻ ഹജ്ജിന് കൊണ്ടുപോകുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കുന്നവരൊക്കെ. പക്ഷെ അതിന് പലർക്കും സാഹചര്യം കിട്ടി, ഒരുപാട് ആളുകൾക്ക് അതിന് സാഹചര്യം കിട്ടിയില്ല. അപ്പോഴേക്കും പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു, അപ്പോഴേക്കും മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കാലൊന്ന് കുത്താൻ നിങ്ങളൊരു സമ്മതം കൊടുക്കണമെന്നതാണ്. എന്റെ പിതാവ് ഇത് പറയുമ്പോൾ ഈ സദസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ അങ്ങോട്ടെത്തിക്കൽ നമ്മുടെ കടമയാണ്, നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കളെ അങ്ങോട്ടെത്തിക്കൽ നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി ബിസിനസിന്റെ പിന്നാലെ പാഞ്ഞ് പാഞ്ഞ് എന്നും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും, ലക്ഷങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ, ലക്ഷങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കാൻ, അതിനിടയ്ക്ക് സ്വന്തം പിതാവിനെ മറക്കല്ലേ സഹോദര. കാരണം നിനക്ക് വേണ്ടി ഇത്രയും കഠിനാധ്വാനം ചെയ്തത് നിന്റെ പിതാവാണ്, നിനക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചത് നിന്റെ പിതാവാണ്. അതോടൊപ്പം കരഞ്ഞ് കരഞ്ഞ് പിതാവിന്റെ ഈ സങ്കടം കേട്ട അള്ളാഹുവാണ് ഇന്ന് നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളൊക്കെ തന്നത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നമ്മൾ എന്ന പട്ടിണിയിലല്ല, പ്രത്യേകിച്ച് മലബാറിന്റെ പ്രദേശം പട്ടിണിയിലല്ല. പട്ടിണിയിലുള്ളവർ വരല് കുറച്ച് ആളുകൾ ഉണ്ടാകാം, പക്ഷേ ഈ പട്ടിണി ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നത് ഒരു കാരണം, ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം നമ്മുടെ മാതാക്കളും പിതാക്കളും ഓതിയ ഇദാ വഖഅത്തിൽ വാഖിയ എന്ന സൂറത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇശാ മഗ്രിബിനിടയിൽ ആര് സൂറത്തുൽ വാഖിയ ഓതുന്നുവോ അവരുടെ തലമുറകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ പാവങ്ങളെ കുറെ ഓതി, നമ്മളാരും ഇന്ന് ഇദാ വഖഅത്തുൽ വാഖിയ ഓതാറില്ല. ആ സൂറത്ത് തന്നെ എവിടെയെന്ന് പറഞ്ഞ് മറന്നു പോയിട്ടുണ്ട് പല ആൾക്കാരും. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഓതാറില്ല. ആരും പറയേണ്ട നമ്മുടെ മിടുക്കാണെന്ന്. നമ്മുടെ ഉമ്മ കുറെ ചൊല്ലിയിട്ടുണ്ട്. പഴയ കാലം ഓർമ്മിച്ചു നോക്ക്. ആ പാവം മഗ്രിബിന്റെയും ഇശയുടെയും ഇടയ്ക്കിരുന്നിട്ട് ഓതിയിരുന്ന സൂറത്ത് റഹ്മാനായിരുന്നുവെന്ന്. സൂറത്ത് റഹ്മാൻ നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ, നാളെ മഹ്ശറ വൻസഭയിൽ അവനോതുന്ന സൂറത്താണ് സൂറത്ത് റഹ്മാൻ. അർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് അള്ളാഹു നാളെ എല്ലാ ആളുകളെയും സാക്ഷി നിർത്തി സ്വർഗലോകത്തിൽ ഓതുമെന്ന് ആദ്യം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർഗേഹത്തിൽ നമ്മൾ പോയിരുന്നു. അൽ ഹിന്ദിന്റെ ഒരു യാത്രയിലാണ് നമ്മൾ പോയത്. അവിടെ പോകുമ്പോ നമുക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ തോന്നും. ആ കഥയിലേക്ക് ഞാൻ വരുന്നില്ല. ഏതായിരുന്നാലും ശരി, അവിടെ ഇന്ന് ജൂതന്മാരാണ് വാഴുന്നത്. അത് പോട്ടെ, കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായിരുന്നാലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാളെ മഹ്ശറ വൻസഭയിൽ വിളിക്കുമെന്നാണ്. ഏ ദാവൂദ്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ സൗണ്ട് തന്നിട്ടുണ്ട്, ശബ്ദം തന്നിട്ടുണ്ട്, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതണമെന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് ഓതിപ്പിക്കും. ആളുകൾ വല്ലാതെ സന്തോഷിച്ചിട്ട് അങ്ങനെ ഒരു ബെർലിൻ ഡെർവിഷസിനെ പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആടുമെന്നാണ്. സന്തോഷം കൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശബ്ദം കേൾക്കുമ്പോ മനുഷ്യരാകെ സ്തംഭിച്ചു പോകും. മഹ്ശറ വൻസഭയിലല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് പിന്നെല്ലാരും കൂടി ഒരു ഒരുമിച്ച് കൂടലുണ്ട്. ആ കൂട്ടത്തോടാ ചോദിക്കണേന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ ആളുകൾ പറയും, ഞങ്ങൾക്കെല്ലാം ഇവിടെ ഉണ്ട് അല്ലാഹുവേ, നീ
ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നു അല്ലാഹുവേ, ഇല്ല ഇനിയുമുണ്ട് നിങ്ങൾക്ക് കിട്ടാൻ എന്ന് പറഞ്ഞിട്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുക. ഒരു ഹദീസിൽ തൗറാത്തിനെ ഓദിപ്പിക്കുമെന്നും മറ്റൊരു ഹദീസിൽ അല്ല ഖുർആന്റെ ഭാഗം തന്നെ ഓദിപ്പിക്കുമെന്നാണ്. കാരണം തൗറാത്തിന്റെ ഭാഗവും ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ്. ഏതായിരുന്നാലും ഭയങ്കര സുന്ദരമായി ഓതും, ആളുകൾ അന്തിച്ചു നിൽക്കും. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടാമത് വിളിക്കും. എന്നിട്ട് ആളുകളോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ആളുകൾ പറയും, ഒന്നും വേണ്ട. ആ സമയത്ത് ഹബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബേ നിങ്ങൾ വരിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് മുനാരങ്ങളിൽ മുഴുവനും മുഴങ്ങി കേൾക്കുന്ന അല്ലാഹുവിന്റെ കൂടെയുള്ള ശബ്ദം. നമ്മൾ നിസ്കരിക്കുമ്പോ അല്ലാഹ്ക്ക് സ്വന്തമായിട്ട് നിസ്കരിക്കാണ്, പക്ഷെ അതിലും സലാത്ത് ചൊല്ലിയേക്കണം. ഇല്ലാത്ത നിസ്കാരം അല്ലാഹ്ക്ക് ആവശ്യമില്ല. സ്വന്തം മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാണ്. ആദ്യത്തെ തക്ബീറിൽ ഫാത്തിഹ ഓതണം സമ്പൂർണ്ണമായി അല്ലാഹുവിലേക്ക്. പക്ഷെ രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലാതെ മയ്യത്ത് നിസ്കാരം പോലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കും. എന്നിട്ട് പറയും, ഏ ഹബീബേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നിങ്ങൾ ഓതണം ഖുർആൻ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശബ്ദത്തേക്കാൾ 1000 കോടി മടങ്ങിന്റെ സൂക്ഷ്മതയോടെ ശബ്ദത്തോടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമെന്നാണ്. ആളുകൾ സ്തംഭിച്ചു നിൽക്കും. അവസാനത്തിൽ അല്ലാഹു ചോദിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്നാണ്. ആ സമയത്ത് ആളുകൾ പറയും, അഥവാ സ്വർഗത്തിലെ മുഴുവൻ സ്വർഗാവകാശികളും പറയും, നബിമാരുണ്ടതില്, എല്ലാവരും ഉണ്ടതില്. അവര് പറയും, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന്. ആ സമയത്ത് അല്ലാഹു പറയും, ഇനി ഞാൻ ഓതാമെന്ന്. അങ്ങനെയാണ് സൂറത്തുർ റഹ്മാൻ ഓതുക എന്ന് നമ്മളോട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റഹ്മാൻ സൂറത്ത് എന്നും നമ്മുടെ ഉമ്മ ഓതിയിരുന്നു. സൂറത്ത് യാസീൻ ഖുർആന്റെ ഹൃദയമാണ് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്നും ആ പാവങ്ങൾ ഓതിയിരുന്നു. അതിനൊക്കെ ശേഷം മക്കൾക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ തലമുറകൾ, അവര് ചിലപ്പോൾ 1970 മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2020 2030 2100 തലമുറകൾക്ക് ദാരിദ്ര്യമില്ലാതാകാൻ വേണ്ടി ആ പാവങ്ങൾ ഇദാ വഖഅത്തിൽ വഖിയ ഓതിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ദാരിദ്ര്യമില്ലാതെ കഴിയുന്നത് എന്ന് മതപരമായ ബോധത്തിൽ നമ്മൾ വിശ്വസിച്ച് പോരേണ്ടതാണ്. ഇനി നമ്മുടെ മക്കൾക്ക് ദാരിദ്ര്യമില്ലാതെയാകണോ, നമ്മളാണ് ഇനി ഓതേണ്ടത് എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓതി തീർത്ത പാദം മാതാക്കൾക്ക്, ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല, ആ മാതാക്കൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഹജ്ജ് എന്ന് പറഞ്ഞ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഹജ്ജ് എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടോ, 800 വർഷം. നിങ്ങൾ കേൾക്കുമ്പോ വേറൊന്നും തോന്നരുത്. 800 വർഷം നമ്മുടെ ഇന്ത്യ ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ്. മുസ്ലിം രാജാക്കന്മാർ. നിങ്ങളുടെ ഭാഗ്യ ഞാൻ ഈ പറഞ്ഞത്. ഈ രാജാക്കന്മാരിൽ ചരിത്രം പറയാൻ നേരല്ല, പക്ഷെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരാളാണ് നമ്മള്. അതുകൊണ്ട് പറഞ്ഞോട്ടെ, ആദ്യം വന്നത് മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറി വന്നു. ചരിത്രം അറിയാവുന്ന ധാരാളം ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാകും. ഇൽത്തുമിഷ് വന്നു, കുത്തുബുദ്ദീൻ ഐബക്ക് വന്നു, പിന്നീട് അങ്ങനെ ഒരുപാട് വംശക്കാർ വന്നു. അതിൽ കിൽജി വംശമുണ്ട്, മുഹമ്മദ് കിൽജി, മുഹമ്മദ് ബിൻ കിൽജി, പിന്നെ അങ്ങനെ കുറെ ആളുകളുണ്ട്. അത് കഴിഞ്ഞ് തുഗ്ലക്ക് വന്നു, ഫിറോസ് ഷാ തുഗ്ലക്ക്, മുഹമ്മദ് തുഗ്ലക്ക്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അത് കഴിഞ്ഞ് സയ്യിദ് നൂരി ആലം, സയ്യിദ് ഷാ ആലം, സയ്യിദ് നോമാൻ ആലം, എത്രയോ ആളുകൾ വന്നു. ഇതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ലോധി വംശം, ഇബ്രാഹിം, മുഹമ്മദ് ലോധിയും ഇബ്രാഹിം ലോധിയും ഒക്കെ വന്നു. അപ്പോഴേക്കും ഏകദേശം 500 വർഷം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ബാബർ വന്നു. മുഹമ്മദ് ഗോറിയെ ഒഴിവാക്കിക്കൊണ്ട്, ഇബ്രാഹിം ലോധിയെ ഒഴിവാക്കിക്കൊണ്ട് ബാബർ കടന്നു വന്നു. ബാബറിന് ശേഷം പിന്നീട് മക്കളായി ഔറംഗസീബ്, ആലംഗീർ വരെ ഭരിച്ചു. ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, വിഷയം അതല്ലെങ്കിൽ പോലും, എന്നിട്ട് പോലും 19% മാത്രമേ ഇന്ത്യയിൽ മുസ്ലിമീങ്ങളുള്ളൂ എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞുകൊണ്ട് പറയാണ്. 800 വർഷം മുസ്ലിം രാജാക്കന്മാര് ഇന്ത്യ ഭരിച്ചിട്ടും ഇവിടെ ആരെയും കൂട്ടമായിട്ട് മതപരിവർത്തനം ചെയ്യുകയായിരുന്നുവെങ്കിൽ 100% ഇവിടെ മുസ്ലിം രാജ്യമായിരുന്നേനെ. ഇത് ചരിത്രകാരന്മാരാ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ആ പണിക്ക് അവര് നിന്നിട്ടില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതിൽ കുറച്ച് കുഴപ്പക്കാരായ ചക്രവർത്തിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ന്യായീകരിക്കുന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 800 വർഷം ഭരിച്ചിട്ടുള്ള മുസ്ലിം ചക്രവർത്തിമാരിൽ ഒരാള് പോലും ചരിത്രപരമായി വിശുദ്ധമായ ഹജ്ജിന് പോയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ എന്തേ വില പോകാത്തെന്ന് ചോദിക്കും. കുത്തുബുദ്ദീൻ ഐബക്ക് ആരാന്നറിയോ? കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കയ്ക്ക് വേണ്ടി കുത്തുബ് മിനാർ ഉണ്ടാക്കി ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചൊരു മഹാമനുഷ്യനാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. പക്ഷെ കുത്തുബുദ്ദീൻ ഐബക്കിനും ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ല.
എന്താ കാര്യം? സമ്പത്തില്ലായിട്ടല്ല, അന്ന് വഴിയാൽ അതൊരു പ്രയാസമായിരുന്നു. ഇന്നും കാക്കണം. നമ്മൾ വിചാരിക്കും ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയാണ്ട് പോവാല്ലോന്ന്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ കൊറോണ പോലെയുള്ള ഓരോന്നുണ്ട് വന്നാല് ബ്ലോക്കാവും, യാത്ര ബ്ലോക്കാകും. ഏത് രാജ്യത്ത് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ല. വല്ലാണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഓരോ പരീക്ഷണങ്ങൾ വരികയാണ്. ഇപ്പൊ പല രാജ്യത്തിലേക്കും ആൾക്കാർക്ക് പോകാൻ പറ്റണില്ല, പല രാജ്യക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. കേരളക്കാരായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യണം. അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ പോരായിരുന്നല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം കേരളത്തിന്റെ മക്കളാണ്, ഇന്ത്യയുടെ മക്കളാണ്. ചർച്ച പൊടിപൊടിക്കാൻ അത്രത്തോളം ഭീതിജനകമായി ഈ കൊറോണ എന്ന് പറയുന്ന ഇതിങ്ങനെ പോവാൻ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ പറ. കാരണം ഇതിങ്ങനെ മൂർച്ഛിച്ച് അല്ലാഹു കാക്കട്ടെ. വേറെ ഏതെങ്കിലും അവസ്ഥയ്ക്കാവുമ്പോ ബ്ലോക്കാവും യാത്രകൾ. അതുകൊണ്ട് വഴിയാലും എന്ന് പറഞ്ഞ ഇന്ന് ടെക്നോളജി ഉണ്ട്. ഇവിടുന്ന് 4-5 മണിക്കൂർ പോയാൽ സൗദി അറേബ്യക്ക് എത്തുന്നാരും ചിന്തിക്കണ്ട. ഒരസുഖം വന്നു കഴിഞ്ഞാൽ സകല യാത്രകളും ബ്ലോക്കാവും. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പ്രാർത്ഥനകൾ അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാതാക്കൾ പലരും മരിച്ചുപോയി, പിതാക്കളും പാവം മരിച്ചുപോയി. ഇപ്പൊ പല ആൾക്കാരുണ്ട്, അവർ ചിലപ്പോൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ 1 സെന്റ് ഭൂമിയുടെ പേരിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പ്രശ്നമായിട്ട് എത്രയോ മാതാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതാ വക്കായത്തിൽ വാക്കിയെ ഓതിയിട്ട് കുറച്ച് സ്വത്തുണ്ടായി അവർക്ക്. ഇന്ന് ആ സ്വത്തിന്റെ പേരിൽ ഒരു തർക്കിച്ചുകൊണ്ടിരിക്കാൻ. ഇന്നും ആ പാപത്തിന്റെ കരച്ചിൽ നിന്നിട്ടില്ല. അതുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാതെ പുണ്യഭൂമിയിലേക്ക് ഒരിക്കലും നമ്മൾ കാലുകുത്തരുത്. ഇത് പറയുന്നത് ഞാനല്ല, ഇത് നമ്മളെ പഠിപ്പിച്ചത് വിശുദ്ധമായ ദീനാണ്. അതുകൊണ്ട് ആളുകളോട് പിണങ്ങി നിൽക്കരുത്. കച്ചവടത്തിൽ നമ്മുടെ പാർട്ട്ണർമാരുണ്ടാകും, അവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞ് പൊരുത്തപ്പെടിച്ചിട്ടേ പോകാവൂ. പൊരുത്തപ്പെടിക്കുമ്പോ ഇങ്ങനെ ഹജ്ജിന് പോയിട്ട് വായോ, അതൊക്കെ നമുക്ക് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ കാൽക്കൽ വീണിട്ടാണെങ്കിലും മാപ്പ് പറയണമെന്നാണ്. കാൽക്കൽ വീണിട്ടാണെങ്കിലും ചിലർ അങ്ങനെ പറഞ്ഞപ്പോ ഹജ്ജിന് പോവല്ലേ, അതുകൊണ്ട് തൽക്കാലം പോയാ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ പറയിപ്പിക്കരുത്. മാപ്പ് പറയിപ്പിക്കണം. അത് അങ്ങട്ടാണ് ചെയ്തതെങ്കിൽ സാമ്പത്തികമാണോ കൊടുത്തു തീർക്കണം, വാക്കാണോ പറഞ്ഞു തീർക്കണം, വേറെ ഏതെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളാണോ. നമ്മൾ ചിലപ്പോൾ ആളുകൾ അടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഉന്തിയിട്ടുണ്ടാവും. ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. നീട്ടിപ്പരത്തി പറയാൻ സമയമില്ല, 1 മിനിറ്റ് കൊണ്ട് ആ ചരിത്രം പറയാം. ഉക്കാശ റളിയല്ലാഹു തആല അൻഹു നിൽക്കാൻ എല്ലാ സഹാബാക്കളെയും ഒരുമിച്ച് നിർത്തി. നിങ്ങൾ വേദകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിപ്പിച്ചിട്ടുണ്ടോ? അടിയോ അല്ലെങ്കിൽ ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ അടിയോ? അതൊക്കെയല്ലേ റസൂലുള്ളാഹിയുടെ അരികിൽ നിന്നുണ്ടാവുള്ളൂ. അതും ഉണ്ടായിട്ടില്ല. എല്ലാ സഹാബാക്കളും ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുക. എന്ത് ചോദ്യായത്? ഞങ്ങൾ കരളിനേക്കാൾ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് വിരോധം ഉണ്ടാകൂലല്ലോ. എല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ്. ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഉക്കാശ റളിയല്ലാഹു തആല അൻഹു മാത്രം ഒന്ന് കൈപൊക്കി, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ശ്വാസം വീണ്ടും ആവർത്തിച്ചു പറയാൻ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണം. അതല്ല പകരം വീട്ടാനാണെങ്കിൽ പകരം വീട്ടണം. അതിലെല്ലാരും അന്തിച്ചു നിൽക്കാൻ. ഉക്കാശ റളിയല്ലാഹു തആല അൻഹു കൈപൊക്കി. ചരിത്രം ചുരുക്കി പറയാം, നീട്ടിയിട്ട് നിങ്ങൾ പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടുകൊള്ളുക പ്രിയപ്പെട്ട ഉലമാക്കളുടെ. ഏതായിരുന്നാലും ഉക്കാശ റളിയല്ലാഹു തആല റസൂലുള്ളാഹി ചോദിച്ചു, ഞാൻ എന്താ ചെയ്തത്? അപ്പൊ പറഞ്ഞു, ഒരു പ്രാവശ്യം നിങ്ങൾ ധർമ്മസമരത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇങ്ങനെ വരിയായി നിർത്താൻ ആളുകളെ. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചാട്ടയുണ്ടായിരുന്നു, കുതിരയെ ഉപയോഗിക്കുന്ന ചാട്ടയാണ്. പക്ഷേ ആ ചാട്ടയുടെ മേത്തൊന്നു കൊണ്ട് നിങ്ങൾ എന്നെ അടിച്ചതൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ വരിയായി നിർത്തിയപ്പോ എന്റെ മേത്ത് കൊണ്ടിട്ട് എനിക്കതൊരു വേദനയായി. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിനോട് പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്നെ തിരിച്ചടിക്കണം. എന്നിട്ട് ഒരാളുടെ കയ്യിൽ നിന്നൊരു ചാട്ട വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉക്കാശ നിങ്ങൾ എന്നെ തിരിച്ചടിക്കണം, നിങ്ങൾ എന്നെ തിരിച്ചടിക്കാതെ ഈ ലോകത്ത് നിന്ന് എന്നെ വിട പറയിക്കരുത് എന്നാണ്. ആ സമയത്ത് ഉക്കാശ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അടികൊണ്ടത് ഈ ചാട്ട കൊണ്ടല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ചാട്ട കൊണ്ടാണ്. താരീഖിന്റെ കിതാബുകളിൽ കാണാം, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലെങ്കിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് 2 റിപ്പോർട്ടുകളുമുണ്ട്. പറഞ്ഞു, നിങ്ങൾ അത് എടുത്തു വരിൻ, എന്റെ വീട്ടിലെ ചാട്ട എടുത്തു വരിൻ എന്നാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നടക്കാൻ, പൊട്ടി കരഞ്ഞുകൊണ്ട് നടക്കാൻ. അപ്പോഴേക്കും അവിടെ നടക്കുന്ന രംഗം വേറെയാണ്. ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട്, ഉക്കാശ
നീ ആരോടായി സംസാരിക്കുന്നത്? നീ ആരെയായി അടിക്കണമെന്ന് പറയുന്നത്? ഈ ഉമറിനെ അടിച്ചടിച്ച് ഇഞ്ചിഞ്ചായി നീ കൊന്നോ? എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഒന്ന് കയ്യനക്കാൻ ഞാൻ സമ്മതിക്കൂല ഉക്കാശ. ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തന്നെ മാറ്റാണ്. മാറി നിൽക്ക് ഉമറേ, അദ്ദേഹത്തിനെയാ ഞാൻ അടിച്ചത്, അതുകൊണ്ട് നീയല്ല അടി തിരിച്ചു വാങ്ങേണ്ടത്, ഞാൻ തന്നെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ, ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അതിന്ന് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് രണ്ട് വീടും അപ്പുറത്തും ഇപ്പുറത്താണ്. ആ സമയത്ത് ഫാത്തിമ ബിബി ചോദിച്ചു, ഇത് എന്തിനാ ചാട്ടവാറ്? ബിലാൽ റളിയല്ലാഹു തആല അറിയാതെ പറഞ്ഞു പോയി, ഇങ്ങനെ ഒരു സംഭവം ആ മസ്ജിദ് നബവിയുടെ ഭാഗത്ത് നടക്കുന്നത്. ഫാത്തിമ ബിബി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, സഹാബാക്കൾക്ക് എന്റെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പിതാവിനെ അടിക്കാൻ എങ്ങനെ ധൈര്യം വരും? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിബി ആ വീട്ടിലിരിക്കാൻ. പിന്നെ അങ്ങനെ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല ചാട്ട കൊണ്ടുവന്നു. ആ ചാട്ട വാങ്ങിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഉക്കാശ റളിയല്ലാഹു തആല അൻഹു പിന്നെയും പറഞ്ഞു, ഇല്ല, ഞാൻ അടി വാങ്ങുന്ന സമയത്ത് എന്റെ കമീസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ഇവിടെ ഇല്ലാതെ അഥവാ ഔറത്ത് മാത്രം മറച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് എനിക്ക് വസ്ത്രമില്ലാത്തത് കൊണ്ട് എന്റെ നെഞ്ചിന്റെ ഭാഗത്ത് വസ്ത്രമുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖമീസിന്റെ ആ കയറിങ്ങനെ അഴിക്കാൻ തുടങ്ങി. അഴിച്ചിട്ട് ശരീരം ഇങ്ങോട്ട് കാണാൻ തുടങ്ങിയപ്പോ ഉക്കാശ റളിയല്ലാഹു തആല ചെന്നിട്ട് കെട്ടിയങ്ങണ്ട് പിടിച്ച് എന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞ വാക്ക്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ട്, അഥവാ നിങ്ങളുടെ ചാട്ട കൊണ്ട് അടിയല്ല, ചാട്ട കൊണ്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. ഞാൻ അടിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ശരീരമൊന്ന് കാണാൻ മോഹമുണ്ട്, ആ ശരീരത്തോട് എന്റെ ശരീരമൊന്ന് ചേരാൻ എനിക്ക് മോഹമുണ്ട്. അങ്ങനെ എന്റെ തൊലി നിങ്ങളുടെ തൊലിയോടൊന്ന് ചേരണമെന്ന് എനിക്കൊരു മോഹം. അങ്ങനെയെങ്കിലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ രക്ഷപ്പെട്ടാലോ, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് എന്ന് ഉക്കാശ റളിയല്ലാഹു തആല പറയാൻ. ഇത് സ്നേഹത്തിന്റെ പേരിൽ, അങ്ങേയറ്റത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തിന്റെ പേരിൽ നമ്മൾ ഇത് പറയാറുണ്ട് ഈ ചരിത്രം. പക്ഷെ അതിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പോലും നമുക്കൊരു പാഠമാണ്, തിരിച്ചു കിട്ടണമെന്നത്. അതുകൊണ്ട് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ, ആർക്കാരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, അവരെ മുഴുവൻ വിളിച്ചു വരുത്തി മാപ്പപേക്ഷിക്കൽ. അതല്ല, അടിച്ചത് അവന് വേദനയായെങ്കിൽ നീ അടിയൊന്ന് തിരിച്ചടിക്കുമോ എന്നൊന്ന് തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ പൊരുത്തപ്പെടിക്കണമെന്നാണ് ഉലമാക്കൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളെ ഏറ്റവും ശക്തമായ രീതിയിൽ പാലിക്കുക എന്നതാണ്. അവരോട് ഉപദ്രവം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ തീർക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, ഒരു പക്ഷേ ഭർത്താക്കന്മാരിപ്പോ ഹജ്ജിന് പോകുന്നുണ്ടാകും, ഭാര്യമാര് ചിലപ്പോ പോയിട്ടുണ്ടാകില്ല, നിനക്ക് അടുത്ത പ്രാവശ്യം പോകാന്ന് പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാകും. അല്ലെങ്കിൽ ഒന്നിച്ച് പോകുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോ ഭാര്യമാര് മരിച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ടാകും. ആരായിരുന്നാലും ശരി, പ്രിയപ്പെട്ട ഭാര്യമാരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഹജ്ജിന് പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഇരുത്തി ചോദിക്കണം, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണമെന്ന് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും കെഞ്ചി പറയണം ഭർത്താവ്. അങ്ങനെ ഹജ്ജിന് വേണ്ടി നമ്മൾ പോകാവൂ. അതെന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് അവള് മോശക്കാരി ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവളൊന്ന് ചുണ്ടി പിടിച്ചപ്പോ ഞാൻ ഒന്ന് കൊടുത്തതാണ്. ഇല്ല, നമ്മുടെ ഭാര്യയോട് പോലും ഇരുന്നിട്ട് സംസാരിക്കണം. നിന്നെ വിവാഹം കഴിച്ചിട്ട് 10-25 വർഷമായി, എപ്പോഴോ 1-2 തവണ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി, അതുകൊണ്ട് മാപ്പാക്കണം നീ എന്ന് സ്വന്തം ഭാര്യയോട് പറയണം. ഭാര്യ ഭർത്താവിനോട് പറയണം. ഭാര്യ ഭർത്താവിനോട് പറയേണ്ടത് എന്താണ്? ഞാൻ ഇടയ്ക്കൊക്കെ കണ്ണുരുട്ടിയിട്ടുണ്ട്, ചരിത്രങ്ങൾ നീട്ടി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഓരോ മിനിറ്റ് ചരിത്രമേ ഞാൻ പറയൂ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഒരു വല്ലാത്തൊരു സംഭവം നടക്കുകയാണ്. പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ സമയത്ത് കയറി വന്നപ്പോ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പൊ പൊട്ടിക്കരഞ്ഞു ഫാത്തിമ ബീവി, മോളെ ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവാൻ. ആ സമയത്ത് പിന്നെ ഫാത്തിമ ബീവി ചിരിക്കാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി ആ സത്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറഞ്ഞു. മോളെ, എന്റെ കൂട്ടത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വരുന്നത് മോളെ നീ ആയിരിക്കും ഫാത്തിമ എന്ന് ഫാത്തിമ ബീവിയോട് പറയാൻ. അപ്പോഴാണ് ഫാത്തിമ ബീവിക്ക് സന്തോഷമായത്. ആ സന്തോഷം അധികം നീണ്ടില്ല. കൃത്യം 6 മാസം മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 6 മാസത്തിന്റെ ഉള്ളിൽ ഫാത്തിമ ബീവി ഈ ലോകത്തോട് വിട പറയുന്നുണ്ട് റളിയല്ലാഹു തആല അൻഹ. ആ രംഗമേതാണ്? ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാവിലെ സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ മക്കൾക്ക് എണ്ണ തേച്ച് കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട്
ഫാത്തിമ ബീവി. നല്ല ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, കണ്ണുകൾ ഈറണണിയുന്നുണ്ട്. ആ സമയത്ത് അലി റളിയല്ലാഹു തആല ചോദിക്കാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി ഫാത്തിമ, ഇന്നെന്തേ ഒരു പ്രത്യേകത? ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞ വാക്ക്, ഞാൻ ഇന്നലെ എന്റെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു, നീ എന്നിലേക്ക് വരാറായി മോളെ എന്ന് എന്റെ പിതാവ് എന്നോട് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടുവെന്ന് ഫാത്തിമ ബീവി പറയുകയാണ്. ഏതായിരുന്നാലും ശരി, അന്ന് വൈകുന്നേരമായി. അലി റളിയല്ലാഹു തആല വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത്ര വലിയ സന്തോഷത്തിലായിരുന്നു അവര്, അത്ര വലിയ ഇഷ്ടത്തിലായിരുന്നു അവര്, അത്ര വലിയ മഹബത്തിലായിരുന്നു അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വയസ്സ് മുതൽ ചേർന്നതാണ്. അത് മുതലേ പിന്നെ വളർന്നത് ഒന്നിച്ചാണ്. അങ്ങനെ പിന്നെ വിവാഹമാണ്. അങ്ങനെ പിന്നെ ഒന്നിച്ചു പോവാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു തആല സങ്കടം സഹിക്കവയ്യാതെ ഒരു ഭാഗത്ത് പോയിരിക്കാൻ. ആ ഭാഗത്ത് പോയിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലക്ക് പനി കലശമായി. ചരിത്രത്തിന്റെ കിതാബുകൾ നമുക്ക് കാണാം. ആ സമയത്ത് മകനെ വിട്ടിട്ട് പറയാണ്, ഹുസൈൻ റളിയല്ലാഹു തആല വിട്ടിട്ട് പറയാണ്, നിങ്ങൾ പോയിട്ട് ഇതാ ഒന്ന് പറയേ, വാപ്പയോടൊന്ന് വരാൻ പറ. അങ്ങനെ വാപ്പ വന്നു. അലി റളിയല്ലാഹു തആല കരഞ്ഞോണ്ട്, കാരണം ഈ രംഗം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ നിങ്ങളുടെ മടിയിലേക്ക് ഒന്ന് കിടത്തുമോ? അങ്ങനെ അലി റളിയല്ലാഹു തആല മടിയിലേക്ക് ഫാത്തിമ ബീവി കടന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? അലിയാർ തങ്ങളെ എന്ന് അലി റളിയല്ലാഹു തആലയോട് ചോദിക്കാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു തആല പൊട്ടിക്കരയാണ്. ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോകുമ്പോ നിങ്ങൾ പട്ടിണി കിടന്നില്ലേ? എന്റെ മക്കള് പോലും പട്ടിണി കിടന്നില്ലേ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ പോയി. ആ സമയത്ത് നിങ്ങൾ പട്ടിണി കിടന്നില്ലേ? ഞാനല്ലേ നിങ്ങളോട് ബുദ്ധിമുട്ടുണ്ടാക്കിയത്? നിങ്ങളൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ലല്ലോ. എന്നിട്ട് താരീഖിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ ക്വാളിറ്റി എത്രയെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഉദാഹരണത്തിന് കാപ്പൻ ഹുസൈനാജിന്റെ മോൾ എങ്ങണ്ട് കെട്ടിച്ച്, കാൽമടത്തിന് മറ്റാൾ എങ്ങണ്ട് കെട്ടിച്ച്, ആരെ മോളാന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതാണ്, ഞാൻ ഇന്ന ആളെ മോളാണെന്ന്. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയെ കുറിച്ച് പറയുമ്പോ താരീഖിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട് ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു തആല അൻഹ. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളാണെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത സയ്യിദത്തുൻ നിസാ എന്നതാണ്, അഥവാ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് എന്നതാണ്. ഇതൊക്കെ പ്രത്യേകതയാണ്. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അതെന്തെന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേകത, ഒറ്റ തവണ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളാണ് ഞാനെന്ന് അലിയാർ തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നതാണ്. അഥവാ വിഷമങ്ങൾ വരുമ്പോ, പ്രയാസം വരുമ്പോ ഞാൻ അള്ളാന്റെ റസൂലിന്റെ മോളാണ് എന്ന് അവകാശം പറഞ്ഞിട്ടില്ല ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന് താരീഖിന്റെ ഉലമാക്കൾ എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു തറവാടുകാരന്റെ മോളാകുമ്പോ, ഒരു പ്രധാനിയുടെ മോളാകുമ്പോ, ഒരു സമ്പത്തുള്ളവന്റെ മോളാകുമ്പോ അഹങ്കരിച്ച് പറയാറുണ്ട്, ഞാൻ ഇന്ന വാപ്പാന്റെ മോളാണെന്ന്. അങ്ങനെ പറയാൻ ആർക്കെങ്കിലും അവകാശമുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ അത് പറയാൻ ഏറ്റവും വലിയ അവകാശി അത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ആയിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും പറഞ്ഞില്ല. ആ ഫാത്തിമ ബീവിയാണ് ഈ പറഞ്ഞത് അലി തങ്ങളോട്, അഥവാ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. രണ്ടാമത് അലി തങ്ങൾ കഴിയുമ്പോ റളിയല്ലാഹു തആല അൻഹു കരയുന്ന സമയത്ത് ഫാത്തിമ ബീവി പറയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അഥവാ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ തുറിച്ചൊരു നോട്ടം നോക്കിയിട്ടുണ്ടോ? ഭർത്താവ് എന്ന അർത്ഥത്തിൽ ജീവിക്കുമ്പോ കണ്ണൊന്ന് വിശാലമാക്കി ഞാൻ നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിലെ യാതൊരവസ്ഥയും കിട്ടില്ല എന്ന് മാത്രമല്ല, റീഹ് പോലും, കാറ്റ് പോലും അനുഭവിക്കില്ല ഞാൻ എന്ന് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവ് എന്ന നിലക്ക് ഞാൻ കുറിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഞാനിതിവിടെ പറയാനുള്ള കാരണം ഭാര്യ ഭർത്തൃബന്ധം അങ്ങനെയായിരിക്കണം എന്നതാണ്. നിക്കാഹിന്റെ സദസ്സിൽ ഇവരെ പോലെയുള്ള ഉലമാക്കൾ നിക്കാഹ് നടത്തുമ്പോ ചെല്ലാറുണ്ട്, അലിയാർ തങ്ങളെ പോലെ, ഫാത്തിമ ബീവിയെ പോലെ അവരെ നീ ഒന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിന്റെ പരിണിതമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായി നമ്മൾ മാറുക എന്നതാണ്. ഇനി ആരെങ്കിലും ഹജ്ജിന് പോകുമ്പോ ഭാര്യമാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഖബർഗഹത്തിൽ പോയി പൊട്ടിക്കരയണം, മാപ്പപേക്ഷിക്കണം. നാളെ മഹ്ശറയിലേക്ക് അത് മാറ്റിവെക്കരുത്. അള്ളാഹുവിലേക്ക് മാത്രമായി നമ്മൾ പ്രാർത്ഥിച്ച് അള്ളാഹുവോട് തേടിക്കൊണ്ട് പറയണം, അള്ളാഹുവേ എനിക്ക് നീ പൊറുത്തു താ എന്ന്. ആ അവസ്ഥയിലാണ്. അങ്ങനെ അഹമ്മദ് ബുഖാതിർ എന്ന് പറയുന്ന ഒരു മഹാകവിയുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്ന അറേബ്യൻ കവിയാണ്. അദ്ദേഹത്തിന്റെ ഉഹിബ്ബുക്കി അൻതി സൗജതി എന്ന് പറയുന്ന ഒരു കാവ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനം ഇതാണ്: ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കാണ്. പക്ഷെ ഭാര്യ നല്ല ദീനിയായ സ്ത്രീയാണ്, ഭർത്താവ് ഒരു ഉഡായിപ്പാളാണ്. അയാളടുക്ക് പുറത്തു പോകും, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും, മദ്യപിക്കും. അങ്ങനെ ഇയാൾ വരുമ്പോ ഈ പാവം കുറെ കരഞ്ഞിട്ട് പറയും,
നിങ്ങൾ നല്ല രീതിയിലാകി, നിങ്ങൾ നല്ലമ്പോലാകി, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ഈ ഭാര്യ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഭർത്താവ് അത് കേൾക്കൂല. പലപ്പോഴും മടിച്ചു, പലപ്പോഴും മിടിച്ചു, പലപ്പോഴും തൊടിച്ചു, പലപ്പോഴും ഒറ്റക്കാക്കി. ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ ഈ പാവം സ്ത്രീ തഹജ്ജുദ് നിസ്കരിക്കും, എന്നിട്ട് കുറെ കരഞ്ഞു ദുആ ചെയ്യും, അല്ലാഹു എന്റെ ഭർത്താവിനെ നീ നേരാക്കണേ. കുറെ കിടന്ന് കരയും, എന്റെ ഭർത്താവിനെ നീ നേരാക്കണേ. അങ്ങനെ ഒരുപാട് കരഞ്ഞുറങ്ങിയ പാവം സ്ത്രീ പെട്ടെന്ന് യുവത്വത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാൻ, ഭർത്താവിന്റെ നന്മ കാണാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറയാണ് ഈ സ്ത്രീ. അങ്ങനെ വിട പറഞ്ഞു പോയപ്പോ ഈ പാവം മനുഷ്യന്, അഥവാ ഇതുവരെ വൃത്തികേടോടുകൂടി ജീവിച്ച ആൾക്കൊരു ഷോക്ക് ഉണ്ടാവാൻ. അങ്ങനെ അയാള് പിന്നെ അന്ന് മുതൽ നേരാവാൻ, നല്ല നിസ്കാരക്കാരനായി, തഹജ്ജുദുകാരനായി, വൃത്തികേടിൽ നിന്നെല്ലാം ഒഴിവായി നല്ലൊരു മനുഷ്യനായി നിന്നുകൊണ്ട് പറയാണ്, എനിക്ക് എത്ര സ്നേഹാന്നറിയോ നിന്നോട്. നീ എന്നോട് പറയുമ്പോഴേക്ക് എനിക്ക് നിന്നോട് സ്നേഹമായിരുന്നു. പക്ഷേ നീ എന്നോട് ഒരുപാട് തവണ പറഞ്ഞു ഒരു നിസ്കാരക്കാരനാകാൻ. പക്ഷേ ഇതുവരെ ഞാനൊരു നിസ്കാരക്കാരനായില്ല. പക്ഷെ ഇന്ന് മുതൽ ഞാനൊരു നിസ്കാരക്കാരനാണ്. നീ എത്രയോ തവണ എന്നോട് പറഞ്ഞു തഹജ്ജുദ് നിസ്കരിക്കാൻ, പക്ഷെ ഇതുവരെ ഞാൻ ആയില്ല. പക്ഷെ ഇന്ന് മുതൽ ഞാൻ അതാണ്. അതുകൊണ്ട് ഞാനൊരു വെള്ളി നക്ഷത്രം പോലെ, അല്ലെങ്കിൽ സ്വർണ്ണ നക്ഷത്രം പോലെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നിന്നെ ഒരു സ്വർഗതുല്യമായ അവസ്ഥയിലെ നക്ഷത്രമായി കാണാൻ എനിക്ക് മോഹമുണ്ട്. നീ ഏതൊരവസ്ഥയിലാണോ ഇപ്പൊ ഉള്ളത്, ആ അവസ്ഥയിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഈ പാവം പറഞ്ഞുകൊണ്ടിരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം ജീവിതത്തിലാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. മനുഷ്യനാണ്, കുറെ പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകും, മനുഷ്യനാണ്, ചിലപ്പോൾ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ പരിഹരിച്ചിട്ടേ പോകാവൂ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഹജ്ജിന് പോവാണെങ്കിൽ പോകുന്നതിന് മുമ്പേ, വീടിന്റെ പടി ഇറങ്ങുന്നതിന് മുമ്പേ ഇതെല്ലാം പൊരുത്തപ്പെടിച്ചിട്ടേ ഭാര്യയും ഭർത്താവും ഇറങ്ങാവൂ. ജ്യേഷ്ഠൻ ഹജ്ജിന് പോവാണെങ്കിൽ, അല്ലെങ്കിൽ അനുജൻ ഹജ്ജിന് പോവാണെങ്കിൽ ജ്യേഷ്ഠന്റെ അരികിൽ പോയിട്ട് നല്ല രീതിയിൽ മാപ്പ് പറഞ്ഞിട്ടേ ഹജ്ജിന് വേണ്ടി പോകാവൂ. മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊന്നുമില്ലാതെ കേവലം 3.5 ലക്ഷം രൂപയും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് കയറി അവിടെ പോകാം, നിങ്ങൾക്ക് അതേപോലെ അങ്ങോട്ട് പോരും ചെയ്യാം, അവിടെ ടിപ്പിക്കലി ഹജ്ജ് ചെയ്ത് പോരാന്നല്ലാതെ അള്ളാഹു കബൂലാക്കണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചു പോവാന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ലാഹിരിയായ മുന്നൊരുക്കമുണ്ട്, ബാത്തിനിയായ മുന്നൊരുക്കമുണ്ട്. ലാഹിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷത്തിലുള്ള മുന്നൊരുക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വിസയും പാസ്പോർട്ടും സാധനങ്ങളൊക്കെ തയ്യാറാക്കുക, ഒരുക്കു മുതൽ തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ഔക്കാഫിന്റെ കാര്യങ്ങൾ തയ്യാറാക്കുക. അതിനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷേ ബാത്തിനിയായ അവസ്ഥയിൽ നമ്മൾ തയ്യാറാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളോട് പൊരുത്തപ്പെടിക്കുക എന്നതാണ്. ആ പൊരുത്തപ്പെടിക്കല് ഹജ്ജിന് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യാൻ പോയിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണട്ടാന്ന് പറയും. ഞാനൊരു ഒരു ഉദാഹരണം പറയാണ്. നമ്മളൊരു സുഹൃത്ത്, ഇന്നോടത്തൊന്നും ഞാൻ പറഞ്ഞില്ല, എപ്പോഴോ ഒരിക്കല് ഒരു കോഴിക്കോട്ട് പോയിട്ട് ഒരു കോയിനെടുത്തുകൊണ്ട് പോന്ന്. ഇവിടെ ഒന്നും അല്ല സ്ഥലം, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ വഴിക്കൂടെ പോകുമ്പോൾ ഇവൻക്ക് അയാളോടൊന്ന് പൊരുത്തപ്പെടിക്കണം. അയാൾ കുഴഞ്ഞ് കിടക്കുകയാണ്, കാലൊക്കെ ചലിക്കും. അപ്പൊ അവിടെ ഇങ്ങനെ പോയിട്ട് ഒന്ന് പൊരുത്തപ്പെടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ ഇവനിങ്ങനെ ചെന്നിട്ട് പറഞ്ഞ്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ കിടന്നോടത്ത്, നമ്മൾ തമ്മിൽ എന്തുണ്ടാകാനാ വാപ്പ, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇജി നമ്മളെ കുഞ്ഞി വാപ്പല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പൊരുത്തു കൊടുക്കണ്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇങ്ങനൊന്നും പൊരുത്തപ്പെടിച്ചാൽ പൊരുക്കലാവൂല, കാരണം ഇജ്ജ് എടുത്തിക്കണത് കോയിനെയാണ്. അതുകൊണ്ട് എന്താക്കണം, തമാശയിൽ എടുത്തതാണ്, അല്ലാതെ കട്ടുകൊടുന്നൊന്നുമില്ല തമാശയിൽ. പക്ഷേ മൂപ്പരത് അറിഞ്ഞാൽ പ്രശ്നമാണ്. ആ മൂപ്പരനോട് തന്നെ അതിപ്പോൾ പറഞ്ഞിട്ട് ചിലപ്പോൾ കേടുന്നോടത്തോട് തന്നെ ചവിട്ടുന്നത്. അപ്പൊ കാര്യകാരണം പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കണം. ആ തൗബയുടെ ബാബിൽ ഇതൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് അങ്ങനെ ചില ആൾക്കാർ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾക്ക് അറിയാം ഏത് 2 ലക്ഷം ഉറുപ്പ് എൻ്റെ അടുത്ത് പെട്ടിക്കണമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ പൊരുത്തപ്പെടിക്കലാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണ് പൊരുത്തപ്പെട്ട ആളട്ടെ അറിയാം. അപ്പൊ തന്നെ അറിയാം 2 ലക്ഷം നമ്മൾ എടുത്താണെന്നുള്ളത്. ആ പൊരുത്തപ്പെടിക്കലല്ല, യഥാർത്ഥത്തിലൊരു പൊരുത്തപ്പെടിക്കൽ. നമ്മൾ ചെന്നിട്ട് പറയണം, ഞാൻ ഇങ്ങനൊരു പ്രശ്നം പറയാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചെയ്ത വലിയൊരു അബദ്ധമാണ്, ഞാനിപ്പോൾ പറയുന്നില്ല, എന്തായാലും എനിക്ക് പൊരുത്തപ്പെട്ടു വരൂലേ എന്ന് ചോദിക്കണം. അങ്ങനത്തെ ഉണ്ട്, അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് പൊരുത്തപ്പെടിച്ചിട്ടേ പോകാവൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിർബന്ധമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ. ഇനി മക്കൾ അടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളി. മക്കൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദീനത്ത് പോയാൽ, മക്കത്ത് പോയാലൊക്കെ അവിടെ തൂണിന്റെ ഇങ്ങനെ ഭാഗത്തിരുന്നിട്ട് വലിയ ലോകത്തിൽ ഉലമാക്കൾ ക്ലാസ് ഇങ്ങനെ എടുക്കണ്ടാവും. ആ ക്ലാസ് എടുക്കുന്നിടത്തൊന്ന് പോയി കേൾക്കുക, അറബിയൊക്കെ അറിയുന്നവർ പ്രത്യേകിച്ച്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ പറയും, മക്കളെ അടിക്കുന്നതിന് 4 ഫത്വകളുണ്ട്. ശ്രദ്ധിക്കണോ ഞാൻ പറഞ്ഞത്? മക്കളെ അടിക്കുന്നതിന് 4 ഫത്വകളുണ്ട്. മുഫ്തികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ലോക മുഫ്തികൾ അവര്.
ആ സമയത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, ദേഷ്യം വരുമ്പോൾ അടിക്കരുത്. നമുക്കൊക്കെ പറ്റുന്നൊരു പ്രശ്നമാണത്. ദേഷ്യം വരും, പിന്നെ ദേഷ്യം വരാത്തപ്പോൾ അടിക്കല്, ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കണം, പിന്നെ അതിനുള്ള ശിക്ഷ വേറെ കൊടുത്താൽ മതി എന്നാണ്. മറ്റൊന്ന്, അടിച്ചാൽ മാപ്പ് ചോദിക്കണം. ഞാൻ വാപ്പല്ലേ, പിന്നെന്തിനപ്പം ഞാൻ മാപ്പ് വയ്ക്കണം എന്നുള്ളതാണ്. അടിച്ചാൽ മാപ്പ് ചോദിക്കണം മോനടുത്ത്. കാരണം അടിക്കാനും തൊയ്ക്കാനും ഒക്കെ ഉള്ള അതിൻ്റെ വേദനിപ്പിക്കാനുള്ള ഉത്തരവാദി ആരാണ്? പടച്ചവൻ മാത്രം ശിക്ഷിക്കാറില്ല. പക്ഷെ നമ്മളോട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അത് ചെയ്യണം. നമ്മൾ അടുത്തേക്ക് വിളിച്ചിട്ടൊരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് പറയണം, മോനെ ഞാനൊരു പ്രയാസം കൊണ്ട് നിന്നെ അടിച്ചതാണ്, ക്ഷമിക്കണം കേട്ടാ. ആ ക്ഷമിപ്പിക്കൽ 15 വയസ്സിന് ശേഷമാകണം. ഞാൻ ഇത് അവിടുന്ന് കേട്ട മസ്ജിദുൻ നബവിയിലെ ക്ലാസ്സിൽ നിന്ന് കേട്ടതാ. ഞാൻ പ്രത്യേക സംഘടനക്കാരും സംഘക്കാരും ഒന്നുമല്ല, അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞ ഞാൻ കേട്ടതാണ്. അത് ഞങ്ങളോട് പറയണം. എന്താണെന്നറിയോ? പൊരുത്തപ്പെടിയിക്കണത് ചെറുപ്പത്തിൽ പൊരുത്തപ്പെടിക്കണം, പിന്നെ 15 വയസ്സിന് ശേഷം എന്താക്കണം? ഒന്ന് പൊരുത്തപ്പെടിക്കണം. ഞാൻ കുറേ അടിച്ചിട്ടുണ്ട്, എൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു, ക്ഷമിക്കുമല്ലോ അല്ലേ. മക്കളോട് വരെ മാപ്പ് വയ്ക്കണ നമുക്ക് വാപ്പാർക്കൊന്നും തന്നെ സഹിക്കൂല. കാരണം ബാപ്പാര് മക്കളോട് മാപ്പ് വയ്ക്കേ എന്നതാണ് അത്ര സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരോടും. അത് ഏറ്റവും നല്ല ദിവസം ഏതാന്ന് അറിയങ്ങള്? പുതിയാപ്പള ഇറങ്ങാൻ നേരത്തെ മോനിങ്ങനെ ഒരുങ്ങിയിട്ട്, ഇപ്പൊ വാപ്പാനോട് പറയലില്ല, ഓരോ പോക്കാണ്. പുതിയാപ്പള ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ഓനെങ്ങനെ ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ട് വരുന്നുണ്ടാവും. ഓനൊന്ന് മറു കൊണ്ടുപോവുക. അതൊരു നല്ല രസമുള്ളൊരു രംഗാണ്. എന്നിട്ട് പറയും, മോനെ ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തി, ചിലപ്പോഴൊക്കെ ചൂടായിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ അടിച്ചിട്ടുണ്ട്, ഈ പൊരുത്തപ്പെട്ടവരല്ലേ. ആ കുട്ടി അന്ന് കരയും. അത് ദുഃഖത്തിൻ്റെതാണോ സന്തോഷത്തിൻ്റെതാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ഹജ്ജിന് പോകുന്ന സമയത്ത് ഇളയവരോടും മൂത്തവരോടും എല്ലാം തീർത്തിട്ടേ പോകാവൂ. ആരും ബാക്കി വെച്ചിട്ട് പോകരുത്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. എല്ലാം കൂടി പറയാൻ നേരില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഹജ്ജിന് വേണ്ടിയാണ് പോകും, ഇതൊക്കെ ഒരുങ്ങി നല്ല രസത്തിലാണ്ട് പുറപ്പെട്ട് ഹജ്ജിന്റെ അവിടെ എത്തിക്കഴിഞ്ഞ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പ്രൈവറ്റായി പോണവർക്കും മറ്റവർക്കൊക്കെ 40 ദിവസമാണ്. ഹജ്ജാകെ നടക്കുന്നത് എത്ര ദിവസമാണ്? ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 6 ദിവസമാണ് ആകെ നടക്കണത്. ജംറയിലെ കല്ലേറും അതേമാതിരി തന്നെ നമ്മൾ തവാഫും സഅയും എല്ലാം കൂടി 6 ദിവസമാണ്. അപ്പൊ ബാക്കി 34 ദിവസം എന്ത് ചെയ്യും? 34 ദിവസങ്ങൾ ആദ്യമായിട്ട് ചെല്ലുന്നത്, ചിലര് മദീനയിലേക്ക് പോകും, ചിലർ മക്കത്തേക്ക് പോകും. മക്കത്തെത്തുമ്പോൾ ആദ്യം തന്നെ എന്താക്കണം? നമ്മൾ ഉംറ ചെയ്യണം. ആ ഉംറ 1, 2, 3 എത്രയാണോ ഉലമാക്കൾ പറഞ്ഞതിനനുസരിച്ച് ചെയ്തോളി. ആയിഷ മസ്ജിദ് എന്ന് പറയുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ പേരുള്ള മസ്ജിദ് ഉണ്ട്, അവിടെ പോയിട്ട് വന്നിട്ട് ഉംറ ചെയ്യാം. അങ്ങനെ ആവർത്തിച്ച് ചെയ്യാം. തവാഫ് എന്തായാലും വർദ്ധിപ്പിക്കണം. തവാഫ് വർദ്ധിപ്പിക്കലാണ് അവിടെ ഏറ്റവും വലിയ. അത് ആ സമയത്ത് പറയാം, ഇതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമല്ല, നിങ്ങൾ പറഞ്ഞാൽ മറക്കും ചെയ്യും. തവാഫാണ് അവിടെ ഏറ്റവും പ്രധാനം. നിസ്കാരത്തേക്കാൾ പ്രധാനം, ഖുർആൻ ഓതിനേക്കാൾ പ്രധാനം. തവാഫ് കഴിഞ്ഞിട്ടേ നിസ്കാരത്തിന് നിൽക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഇത് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? ചെന്നപ്പൊക്കെ തവാഫ് ചെയ്യണമെന്നില്ല, ഫസ്റ്റ് കണ്ട തവാഫ്. അങ്ങനെയാണ്. അത്രയും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോവാൻ. അവിടെ എത്തിക്കഴിഞ്ഞ് ഉംറയും കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് ഒരു ഇരിക്കലുണ്ട്. വളരെ ശ്രദ്ധിച്ചോളിങ്ങ്. അപ്പോഴാണ് എല്ലാ രാഷ്ട്രീയം പുറത്തു വരിക, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള കെടുമ്പും പുറത്തു വരിക. ഹജ്ജിന്റെ മുമ്പേ നമ്മൾ ആകാണ്ട് മോശമായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളതിനിപ്പോൾ എന്തിനേപ്പോൾ ഹജ്ജിന് നമ്മൾ വന്നത് നമുക്ക് തന്നെ തോന്നും. കാരണം നമ്മൾ മലയാളികളാണ്. 2 ആൾ കൂടിയാൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ പറ്റി പറയല നമ്മളൊരു പണി. അതിൽ നമ്മൾ ഭയങ്കര ഉഷാറാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഒരിക്കൽ ദുബായിൽ നിന്ന് ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളൊരു സുഹൃത്ത് ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. ലെക്സസ് വണ്ടിയാണ്, നല്ല വണ്ടിയാണ്, വിലയുള്ള വണ്ടിയാണ്. അവിടെ അത്ര വില ഉള്ളൂ, ഇവിടെ അതിനേക്കാളും വിലയായിരിക്കും, ടാക്സ് കൂടുതലാണ്. ഏതായാലും അതിലിങ്ങനെ പോകുമ്പോൾ 2-3 അറബികളുണ്ട് വന്ന് ഇതിന്നുണ്ട് ഫ്ലാറ്റ് നിന്നിട്ട് പോവല്ലേ, കണ്ടു വന്ന് പോഷാ. അപ്പൊ മുപ്പര് നിർത്തി ഇറങ്ങി ചെന്ന്, അപ്പൊ ഞാനൊന്ന് ഇറങ്ങി അറബികളൊക്കെ ഒന്ന് വിഷ് ചെയ്ത്, അറബികളെ ഹഗ് ചെയ്ത് നല്ല ബോണറ്റും ഇങ്ങനെ വന്നിട്ട് നല്ല ഉഷാറായിട്ട് തമാം ഉഷാറായി എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് ചെലവ് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര സന്തോഷം കേൾക്കുക ഇപ്പം വണ്ടി എടുത്തതില്. അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോരാണ്. പോകുന്ന സമയത്ത് അവനോട് ചോദിച്ചു, ഇത് നമ്മളെ നാട്ടില് ഇത് നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അതെന്തത്? നമ്മളെ നാട്ടിൽ വന്ന ബംഗാളികൾ അവർ ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊരു ലെക്സസ് വണ്ടി എടുത്ത് എന്നിട്ട് ഓലിങ്ങനെ പോണ സമയത്ത് 3 മലയാളികൾ ചെന്നിട്ട് ഉഷാറായിട്ടാന്ന് പറഞ്ഞാൽ ബംഗാളികളെ ഹഗ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അപ്പോഴത്തേന് നമ്മൾ ബോധം കെടുന്നു.
ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട. അറബികളെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടുത്തെ ബംഗാളികൾ തന്നെയല്ലേ. ഞാൻ ബംഗാളികളെ മോശമാക്കല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളത് തീരെ പറ്റാത്ത ആൾക്കാർ. കാരണം നമ്മൾ നെഗറ്റീവ് കേട്ട് 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 ശീലം. നമുക്ക് നെഗറ്റീവ് കേക്കല്. രണ്ടാൾ തമ്മിൽ വർത്താനം പറയുമ്പോൾ മാന്യനാരാന്നറിയ നിങ്ങൾ, ഞാൻ എല്ലാം കൂടി ഇത് പറയല്ല. മാന്യനാരാ? ഒരാൾ നമ്മളോട് പറയാണ് ഒരാളെ പറ്റിയിട്ട്, മൂപ്പര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പം നമ്മളാണ്ട് കൂടി കൊടുക്കണവൻ ഏറ്റവും വൃത്തി കെട്ടവനാ, പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. നിങ്ങളെ പറഞ്ഞ മാതിരി മൂപ്പര് അത്ര മോശമൊന്നുമല്ല, പക്ഷെ മൂപ്പര് ഇന്നെ നല്ല കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കറിയാം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞത് ഇപ്പം നിങ്ങളെ സൈഡല്ലേ, അദ്ദേഹത്തിനും കൂടി നമ്മൾ കേൾക്കണ്ടേ. ഇങ്ങനെ പറയുന്നവനാണ് മാന്യൻ. അത് നമ്മളെ മലയാളികൾക്ക് അറിയാം. ഇപ്പം എനിക്ക് കേൾക്കണ കഥ എന്നാളോൻ എന്താ കാട്ടിയത് എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് തുടങ്ങും. എന്നിട്ട് ഏണിച്ചു കൊടുത്തിട്ട് അയ്മലാണ്ട് കേരള നമ്മളെ പണി. അത് ഏറ്റവും കൂടുതൽ നടക്കണ ഒരു സ്ഥലമാണ്. ശൈത്താന് ഭയങ്കര ശൈത്താൻ വരുന്ന ഒരു സ്ഥലം നമ്മളെ റൂമുകൾ. അറമുന്നുണ്ട് വിട്ടാ പിന്നെ റൂമുകൾ. എന്നിട്ട് ഒരാൾ ഈ കേക്കാരനായിരിക്കും, മറ്റാൾ ആ കേക്കാരനായിരിക്കും, മറ്റാൾ ഈ സംഘടനക്കാരനായിരിക്കും. അവർ തമ്മിൽ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ രാഷ്ട്രീയം ഇവന്, മറ്റേ രാഷ്ട്രീയം അവന്, ആ രാഷ്ട്രീയവന്, ഇവർ തമ്മിൽ പ്രശ്നം. പൊന്നാരന്റെ സഹോദരന്മാരെ, ഇത് മുഴുവൻ പറയാൻ മക്ക എന്ന് പറയുന്ന സ്ഥലം ഏകദേശം നിങ്ങൾ വിക്കിപീഡിയ നോക്കിയാൽ 182 രാജ്യങ്ങളുണ്ട്. ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്താത്ത വേറെയും കുറെ പ്രദേശങ്ങളുണ്ട്. ഈ 182 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഇടമാണ്. അവിടെ ആർക്കും പ്രസ്ഥാനങ്ങൾ അറിയില്ല, ആർക്കും വകുപ്പുകൾ അറിയില്ല, ആർക്കും ഇതറിയില്ല. 28 രാജ്യത്തിന്റെ ഒരു സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്തു. ആഫ്രിക്കയിൽ 28 രാജ്യങ്ങളാണ്. ആ സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെ ഉള്ളവർക്ക് ഒരു വകുപ്പും അറിയില്ല, ഒരു ഗ്രൂപ്പിന്റെയും പരിപാടിയല്ലായിരുന്നു. അത് മുസ്ലിമീങ്ങളുടെ പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളെ വന്ന് ഒന്നായി കാണും. നമ്മളോട് ഉലമാക്കൾ പറഞ്ഞൊരു ആദർശം നമുക്കുണ്ടാവും. ആ ആദർശത്തിലൂടെ നിങ്ങൾ പൊയ്ക്കോളിൻ. പക്ഷെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പറ്റണം. ഹജ്ജിന്റെ ഭൂമികയിൽ നമ്മൾ ഇറങ്ങുമ്പോ കറുപ്പന്മാരെ നമ്മൾ കാണും, ചുവന്നവരെ നമ്മൾ കാണും, വെളുപ്പന്മാരായ അറബികളെ നമ്മൾ കാണും. എല്ലാവരും ഒന്നാണ്. ഒരിക്കലും മറ്റൊന്നില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകണം. സുന്ദരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഒരിക്കലും റൂമുകളിൽ ഇരുന്നിട്ട് ആളുകൾ അധിക്ഷേപിക്കരുത്. ഓരോ സംഘടനക്കാർക്ക് ഓരോ നേതാക്കന്മാരുണ്ടാകും. അവരൊക്കെ അവർ ആദരിക്കുന്നവരാണ്. റസൂലുള്ളാഹി അതിനൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ എ എന്നൊരു സംഘടന വിചാരിക്കും, ഇവിടെ ബി എന്നൊരു സംഘടന. ആ എ സംഘടനക്കാർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ മൂപ്പരോട് പറഞ്ഞ മൂപ്പർക്ക് വിഷമാവും. അങ്ങനെ പറയരുത് എന്ന് റസൂലുള്ളാഹി പറയാണ്. ഓരോ മനുഷ്യരും ആദരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ വൃത്തികേടായി സംസാരിക്കരുത്. ഇത് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. ഇതിൽ തന്നെ വ്യത്യസ്ത സംഘടനക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സംഘടനാപരമായ തർക്കങ്ങളോ ആ വേറുള്ള രീതിയിലുള്ള തർക്കങ്ങളൊന്നും ഹജ്ജിന്റെ വേളയിൽ പോയിട്ട് നമ്മൾ ചെയ്യരുത്. നമ്മൾക്ക് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു, ഇതിലിരിക്കുന്ന ആൾക്കാരുടെ ഉലമാക്കൾ അവരെന്തൊക്കെയാണ് പറഞ്ഞത് അത് മാത്രം ചെയ്താൽ മതി. വേറെ എവിടേക്കും പോണ്ട, അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷേ ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ഒന്നിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങൾ ഒന്നാകെ ഒന്നിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം ആളുകൾ ഒന്നിച്ച് തവാഫ് ചെയ്യുന്ന സമയത്ത് അതിൽ പാവപ്പെട്ട കറുപ്പന്മാരുണ്ട്, പാവപ്പെട്ട കാപ്പിനികളുണ്ട്, പാവം സ്ത്രീകളുണ്ട്. എല്ലാവരും ഒരു കടലിന്റെ ഉള്ളിൽ ഒന്നാണ്. അതുകൊണ്ട് ഐക്യത്തിന്റെ മനസ്സോടെ നമ്മൾ പോകണം. ആ ഒരു വിശാല കാഴ്ചപ്പാടോടെ നമ്മൾ പോകണം. എല്ലാവരും ഒന്ന്, എല്ലാവരും സ്വർഗത്തിലെത്തണമെന്ന പ്രാർത്ഥന. ആരൊക്കെ സ്വർഗത്തിലെത്തണം എന്നാണ്, ആരൊക്കെ രക്ഷപ്പെടുത്തണം എന്നാണ് റസൂലുള്ളാഹി ചിന്തിച്ചത്. നിങ്ങൾ ആലോചിക്കണം. അബൂലഹബ്, അബൂ താലിബ് ഇവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അബൂജഹൽ പറയുന്നുണ്ട്, അബൂജഹലിന്റെ വീട്ടിൽ ഒരിക്കൽ അബൂ സുഫിയാന്റെ വീട്ടിൽ അത് സംഭവിച്ചു. കൊടും ശത്രുക്കൾ അബൂലഹബിനെ പോലെ ശത്രു വേറല്ല. പക്ഷെ രാത്രിയുടെ നിശബ്ദതയിൽ വാതിലിൽ ആരോ കൊട്ടുന്നത് കേട്ട് കൊട്ടുന്ന സമയത്ത് ഭാര്യയോട് പറയാണ്, ആരായാലും ശരി അദ്ദേഹത്തിന്റെ ആവശ്യം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ വാതിൽ തുറക്കുമ്പോ കോരിച്ചൊരിയുന്ന മഴ, ഇടിനാദങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കാണ്. അറേബ്യൻ നാടിൽ ഒരാൾ പോലും പുറത്തിറങ്ങാത്ത ഘോരമായ അവസ്ഥ. ആ സമയത്ത് നിൽക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞ്, എന്ത് നിങ്ങൾ കലിമ ചൊല്ലിൻ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അബൂജഹലിനോടും അബൂ സുഫിയാനോടും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടന്ന തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ശത്രുക്കളില്ല. ഇനി ആരൊക്കെയുണ്ടോ ഈ ലോകത്തിൽ, മുഴുവൻ മനുഷ്യരാശിയുണ്ട്. അതിൽ ഹൈന്ദവരുണ്ട്, അതിൽ കമ്മ്യൂണിസം ഉണ്ട്, അതിൽ നെഗോറിസം ഉണ്ട്, അതിൽ കൺഫ്യൂഷനിസം ഉണ്ട്, അതിൽ മറ്റുള്ള സിഖ് മതമുണ്ട്, അതിൽ ഗുരുനാനക്കിന്റെ ജൈന മതമുണ്ട്, ഗുരുനാനക്കിന്റെ സിഖ് മതമുണ്ട്, മഹാവീരന്റെ ജൈന മതമുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രപന്ന പാരിജാത ബദോത്രദേശംഗപാണേജ്ഞാന മുദ്രായ കൃഷ്ണായ ഗീതാമൃത ഗുഹേ നമ എന്ന് ഗീതയിലൂടെ നാം പഠിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഹൈന്ദവരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പ്രഖ്യാപിച്ചു
വ്യാപനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകണം. ഹറമിന്റെ മണ്ണിലേക്ക് നമ്മൾ കാലുകുത്തുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് ഒരിക്കലും വർഗീയ കലാപം ഉണ്ടാക്കരുത് എന്ന പ്രാർത്ഥന ഈ ഇരിക്കുന്ന ഓരോ ഹാജിമാർക്കും ഉണ്ടാകണം. ഒരു മനുഷ്യനെ കൊല്ലരുതേ, ഒരു മനുഷ്യനെയും ആക്രമിക്കരുതേ, ഒരു മതസ്ഥരും തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകരുതേ എന്ന് അചഞ്ചലമായി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത്, നമ്മൾ ഗോദയിലേക്ക് ഇറങ്ങുന്നത്. പ്രിയപ്പെട്ട ഹറം ഷരീഫിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? മുഴുവൻ മാനവരാശിക്കും നീ സമാധാനം കൊടുക്കണേ എന്നാണ്. ഒരു മനുഷ്യരും തമ്മിൽ ഐക്യമില്ലാതെയാകരുത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ മഹാഭാരതം, ഞങ്ങളുടെ ഇന്ത്യ, ഈ ഇന്ത്യയിൽ ഒരിക്കലും നീ ശത്രുത കൊണ്ടുവരല്ലേ തമ്പുരാനെ. വർഗീയ കലാപങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. ഞങ്ങളോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരോ അതിലൊരിക്കലും ഇല്ലാതെ നീ സംരക്ഷിക്കണേ പടച്ചോനെ. ഇത് പറയാൻ വേണ്ടി പോകുമ്പോ 700 കോടി ജനങ്ങളെയും നെഞ്ചിൽ ചേർത്തുകൊണ്ടാണ് ഒരു ഹാജി അവിടെ ചെന്നിറങ്ങുന്നത്. അതിവിടെ CAA വന്നാലും ശരി, NRC നടപ്പിലാക്കിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇല്ല, നമുക്കതിന് കഴിയില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ആയിരക്കണക്കിന് മസ്ജിദുകൾ തകർന്നാലും നമുക്ക് സങ്കടമുണ്ട്, വേദനയുണ്ട്, അങ്ങേയറ്റത്തെ വിഷമമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിയമത്തിന് വേണ്ടി നമ്മൾ കാക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഗ്രഹത്തിൽ പോലും തൊടാൻ ഒരു മുസൽമാന് സാധ്യമല്ല. അഥവാ എല്ലാം തകർത്താലും മറ്റൊരു സമുദായത്തിന്റെ ആരാധ്യ വസ്തുക്കളെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ തൊട്ടാൽ, അഥവാ അന്യ സമുദായത്തിൽപ്പെട്ട ഒരു വിഗ്രഹത്തിനെ നിങ്ങൾ തൊട്ടാൽ വലൈസ മിന്നി, നിങ്ങൾ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഒരു മുസൽമാന് വർഗീയവാദിയാകാൻ കഴിയില്ല, വർഗീയവാദത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോ, വിശുദ്ധ ഹറമിൽ നമ്മൾ ഇറങ്ങുമ്പോ, റസൂലുള്ളാഹിയുടെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന, പടച്ചോനെ ഞങ്ങളുടെ ഈ നാടിനെ വർഗീയതയിൽ നിന്ന് കാക്കണേ, ലോക രാജ്യങ്ങളെ മുഴുവനും സമാധാനത്തിലേക്ക് നീ എത്തിക്കണേ എന്നാണ്. അല്ലാതെ അവനാന്റെ കാര്യം മാത്രം പറഞ്ഞിരിക്കരുത്. അവനവന്റെ കാര്യം മാത്രം പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ പിശുക്കനായ പ്രാർത്ഥനക്കാരനാണ് എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ കച്ചവടം നന്നാക്കണേ, എന്റെ കുട്ടികളെ നന്നാക്കണേ, എന്റെ ഭാര്യ നന്നാക്കണേ, എന്റെ പേര നിലനിർത്തണേ, ഇങ്ങനെ എന്റെ എന്ന് പറഞ്ഞോൻ പിശുക്കനായ പ്രാർത്ഥനക്കാരനാണ് എന്നതാണ്. അവനാന്റെ കാര്യം പറയണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ ദീനിലെ പ്രാർത്ഥന ഒന്ന് എടുത്തു നോക്കിയാട്ടെ. എപ്പോഴും നമ്മൾ ചില ഫാത്തിഹങ്ങൾ എടുത്തു നോക്കി നമ്മൾ ഒറ്റക്ക് ഓതുകയാണെങ്കിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്, ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിലേക്ക് എത്തിക്കണം എന്നാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കണേ, എല്ലാം ഒന്നിച്ച് നമ്മൾ ചെയ്യണേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യബന്ധങ്ങളെ ശരിയാക്കി ലോകരാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്ദരമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അതും ഒരു ഒരുക്കമാണ്. ഈ ഇന്ത്യ രാജ്യം ഇന്ന് ഇങ്ങനെ നിൽക്കുമ്പോ അതൊരു ഒരുക്കമാണ്. മൊത്തം തന്നെയല്ല, ഈ നമ്മളെ ഗവൺമെന്റ് സെക്ടറിലൊക്കെ പോകുന്ന എന്റെ സഹോദരന്മാരോട്, അഥവാ ഗവൺമെന്റ് സബ്സിഡി കുറച്ചെങ്കിലും തന്നിട്ടാണല്ലോ നമ്മൾ ഇതുവരെ പോയത്. ഇപ്പൊ എന്തൊക്കെ കുറച്ചിട്ടോ കൂട്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടു. ഏതായിരുന്നാലും ശരി, അതുകൊണ്ട് മറ്റുള്ള സമുദായക്കാരോടും കൂടി നമ്മൾ കടപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം 3.5 കോടി ജനതയുണ്ട് ഈ കേരളത്തിൽ, 132 കോടി ജനതയുണ്ട് ഈ പറയുന്ന ഇന്ത്യയിൽ. പാവം ഈ സമൂഹം നമുക്ക് സബ്സിഡി തരാമെന്ന് പറഞ്ഞിരിക്കാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും നമുക്ക് കടപ്പാടേ ഉള്ളൂ. രാജ്യം അത് നിശ്ചയിക്കുമ്പോ ഓരോ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് വരുന്നുണ്ട്, അവരത് സഹിക്കുന്നുണ്ട്, അവര് സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട്. ഈ അടുത്തിടെ എന്റെ നാട്ടിലൊരു പള്ളിയുടെ ഉദ്ഘാടനം, അഥവാ ഉദ്ഘാടനമല്ല, അതിന്റെ തറക്കല്ലിടലാണ്. തറക്കല്ലിടൽ നടക്കാൻ അന്നേതാ ദിവസം എന്നറിയോ? അന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞ ദിവസമാണ്. ആ ദിവസത്തിലൊരു തറക്കല്ലിടാണ്. ആ സമയത്ത് അവിടെ ഉണ്ണിയപ്പം കൊണ്ടുവന്നത്, അവിടെ നെയ്യപ്പം കൊണ്ടുവന്നത്, അവിടെ വെള്ളപ്പം കൊണ്ടുവന്നത്, അവിടെയുള്ള മുഴുവൻ മുസ്ലിയാക്കന്മാർക്കും അവിടെയുള്ള സാധുക്കളായ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നത് അപ്പുറത്തുള്ള കൃഷ്ണൻകുട്ടിയേട്ടനാ, ഇപ്പുറത്തുള്ള ഉണ്ണിയേട്ടനാ, അപ്പുറത്തുള്ള വിജയേട്ടനാ. ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ആ പള്ളിക്ക് തറക്കല്ലിടണേ. അത്രയും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തില് നമ്മൾ ഇതിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഓരോ ഹാജിമാരും ഇന്നു മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഏറ്റവും സന്തോഷകരമായി എല്ലാ ജാതി മനുഷ്യരും ഇവിടെ ഒന്നിച്ചു പോകാൻ നമ്മൾ ഏറ്റവും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരുക്കത്തിന് വേണ്ടി നമ്മൾ തയ്യാറാണ്.
തയ്യാറാകുമ്പോ അവസാനിപ്പിക്കാൻ സമയമായി സഹോദരന്മാരെ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ അവിടെ എത്തുമ്പോ ഹജ്ജിന് വേണ്ടി നമ്മൾ എത്തി. ആദ്യം നമ്മൾ ഉംറ ചെയ്യും. ഉംറ എന്ന് പറഞ്ഞാൽ 3-4 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കലാണ്. അഥവാ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുന്ന നിയ്യത്ത് വെച്ചിട്ട് ഇഹ്റാമിന്റെ വേഷത്തിൽ നമ്മൾ പ്രവേശിക്കലാണ്. സ്ത്രീകൾ അവർക്ക് നിയോഗിക്കപ്പെട്ട വസ്ത്രങ്ങൾ, പുരുഷന്മാർക്കാണെങ്കിൽ 2 തുണികൾ, നമുക്കറിയാലോ. അത് കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത് തന്നെ അവിടെ തവാഫ് ചെയ്യലാണ്. ആ തവാഫിന്റെ ഭാഗമായിട്ട് പിന്നെ മക്കാം ഇബ്രാഹിമിൽ നിസ്കരിക്കലുണ്ട്, സംസം കുടിക്കലുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ പാടാ തവാഫ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സഅി ചെയ്യലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുടി കളയലാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഉംറയായി. ഇത്ര സിമ്പിളാണ്. പക്ഷേ ഇതത്ര സിമ്പിളല്ല. നമ്മളിങ്ങനെ തവാഫ് ചെയ്യുമ്പോ, ലോകരാജ്യങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ എത്തി ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തുമ്പോ ഒരുങ്ങാണ്. ആ സമയത്ത് ഇങ്ങനെ ഫ്ലൈറ്റ് പൊന്തുമ്പോ നമ്മുടെ മീക്കാത്തെത്തുന്നതിന് മുമ്പേ ചിലപ്പോ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ അണിയിക്കും. അഥവാ 2 വസ്ത്രം മരിച്ച് അങ്ങനെ ഏകദേശം 180ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈറ്റുകൾ പൊങ്ങാണ്. ആകാശ ലോകത്തിന്റെ സംവിധാനത്തിൽ വെച്ച് നമ്മൾ ചൊല്ലുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഒറ്റവട്ടം എല്ലാവരും ഒന്ന് ചൊല്ലിയാട്ടെ. പെണ്ണുങ്ങൾ പതുക്കെ ചൊല്ലിയാൽ മതി, ആണുങ്ങളൊന്നും ഉറക്കെ ചൊല്ലിയാട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. പോരട്ടെ, ശബ്ദം പോരാ, ഒന്ന് ഉറക്കെ ചൊല്ലിയാട്ടെ ഒറ്റവട്ടം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അപ്പൊ നമുക്ക് ഒരുക്കത്തിലേക്ക് വരാം. അത് കർമ്മമാണ്. ആ ഒരുക്കത്തിലേക്ക് വരുമ്പോ മാനസികമായ ഒരുക്കായി, സമ്പത്ത് റെഡി, എല്ലാം റെഡി. പാപ്പനോട്, ഉമ്മയോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, ഭാര്യനോട്, മക്കളോട്, അയൽവാസികളോട്, മൂത്താപ്പാന്റെ മക്കളോട്, എളാപ്പാന്റെ മക്കളോട്, എല്ലാവരോടും നല്ല രീതിയിൽ യാത്രയൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് കണ്ട് പൊന്താൻ. അപ്പൊ ഐക്യത്തിന്റെ കാഹളം മുഴങ്ങാൻ, അള്ളാഹുവിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ, അതിമനോഹരമായ ഒരുക്കാൻ. രണ്ടാമത്തെ ഒരുക്കേതാണെന്നറിയോ? അവിടെ എത്തിയിട്ട് എല്ലാവരും ഒന്നാണെന്ന പ്രഖ്യാപനത്തിന്റെ തവാഫിന്റെ മാനസികമായ ഒരുക്കമാണ്. മൂന്നാമത്തെ ഒരുക്കേതാണെന്നറിയോ? സഫാ മർവ കുന്നിന്റെ ഇടയിലൂടെ നമ്മൾ ഓടാനുള്ളവരാ. ഇരിക്കുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ അവിടെ ഹജ്ജിന് പോയിട്ട് ഓടും. ഉംറക്ക് ആദ്യം ഓടും, സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക്, അങ്ങനെ 7 പ്രാവശ്യം നിങ്ങൾ ഓടും. ആ ഓടുന്ന സമയത്തൊക്കെ നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് എന്താണ്? പാവം ഒരു സ്ത്രീ ഓടിയിട്ടുണ്ട് മുമ്പേ, ഹാജറ ബീവി എന്ന് പറയും റളിയല്ലാഹു തആല അൻഹാ അലൈഹസ്സലാത്തു വസ്സലാം. അവർ ഓടിയിട്ടുണ്ട്. അവർ ഓടിയതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഓടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജറ ബീവി അല്ലാഹു എത്രത്തോളം ആദരിച്ചത്. ഞാൻ അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ ഖൽഖായ ഞാൻ അതിനു വേണ്ടി പോയപ്പോ, ഉംറക്കും ഹജ്ജിനും വേണ്ടി പോയപ്പോ എന്നോടും ഓടാൻ പറഞ്ഞിരിക്കുകയാണ്, എന്റെ ഹാജറ ഓടിയതുപോലെ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര ആദരിച്ചിരിക്കുകയാണ് ഹാജറ ബീവിയെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാവം ഒരു കറുത്ത പെണ്ണിന്റെ, ഒരു അടിമയായ പെണ്ണിന്റെ, അങ്ങനെ പറയൽ അനാദരവല്ല, അങ്ങനെയാണ് ചരിത്രത്തിൽ കാണുന്നത്. പാവം ഒരു കറുത്ത പെണ്ണ്, പാവം ഒരു അടിമ പെണ്ണ്, അതിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാം ജന്മമെടുക്കുന്നത്. ആ ഇസ്മായിൽ നബിയെയും അതോടൊപ്പം തന്നെ സ്വന്തം മകൾ ഉമ്മയെയും അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്കറിയാം, അതിന്റെ ഒരുക്കമാണ് നമ്മൾ ഉണ്ടാകണ്ടേ. 6 പ്രാവശ്യം ഓടി. ആ ഓടുമ്പോഴൊക്കെ ആളുകൾ വരുമോ, യാത്രക്കാരുണ്ടോ, മറ്റതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള അന്വേഷണമാണ്. 7ാമത്തെ പ്രാവശ്യം ഓടുമ്പോ തീർച്ചയായും ആരുമില്ല, ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എനിക്ക് എൻ്റെ അല്ലാഹു മതി, എനിക്ക് എൻ്റെ അല്ലാഹു മാത്രം മതി. ആ ചിന്തയോട് കൂടി സഫാ മർവ കുന്നിൽ നിങ്ങൾ ഓടണോ? തയ്യാറെടുപ്പ് ഇന്നേ വേണം. അല്ലാഹുവിലേക്ക് തിരിയണം. അല്ലാഹുവിന്റെ സൃഷ്ടികൾ, അല്ലാഹുവിന്റെ വ്യക്തികൾ, അല്ലാഹുവിന്റെ ചരാചരങ്ങൾ എല്ലാറ്റിനെയും മാറ്റി നിർത്തി ഏകനായ അല്ലാഹുവിലേക്ക് നമ്മൾ ഒരുങ്ങണം. ആ അല്ലാഹുവിലേക്ക് മാത്രമായി ഒരുങ്ങണം. പിന്നെയോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എല്ലാ വഴികളും ഒഴിവാക്കി, വേറെ എല്ലാ ചിന്തകളും ഒഴിവാക്കി, ഒറ്റ വഴി മാത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വഴി. ആ വഴിയിലൂടെ മാത്രമേ ഞാൻ പോകൂ, അത് മാത്രമേ എനിക്കുള്ളൂ എന്ന അവസ്ഥയിലൂടെയുള്ള ജീവിതം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൂർത്തീകരണമാണ് മക്ക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരണമാണ് മദീന. അതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുഴുവൻ പൂർത്തീകരണത്തിന് വേണ്ടിയാ യാത്ര പുറപ്പെടുന്നത്. ഏത്
ഏത് സ്ഥലത്തേക്കായി പോണത്? നിങ്ങൾ ഇപ്പൊ ആലോചിച്ചോ, എങ്ങട്ടാ നമ്മൾ പോണത്? അവിടെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ കണ്ടുമുട്ടിയ സ്ഥലം. അതുകൊണ്ട് അറഫ എന്നതിന് പേര് പറയുന്നു എന്ന് ചരിത്രം. പിന്നെ അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് തന്റെ മകനെ കിടത്തിയ സ്ഥലം. സംസം എന്ന വെള്ളം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രിയപ്പെട്ട ഷബീർ ഭായി ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ വളരെ സാഹസപ്പെട്ടിട്ടാണ് ഷബീർ ഭായി ഫിറഔന്റെ ജഡത്തിനെ അത് പിന്നെ ഇതിലേക്ക് പകർത്തിയത്, ക്യാമറയിലേക്ക് പകർത്തിയത്. അവിടെ ക്യാമറ പിടിച്ചു വെക്കും, അല്ലെങ്കിൽ 100 കണക്കിന് ഡോളറുകൾ കൊടുക്കണം അവിടെ ഫോട്ടോ എടുത്തതിന്. പക്ഷെ ഫിറഔന്റെ ജഡം അത് എടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ഷബീർ ഭായിയുടെ മൊബൈലാണ് എടുത്തത്. നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? 3000 വർഷം കടലിൽ കിടന്നിട്ടുണ്ട് ഫിറഔൻ. റംസസ് രണ്ടാമൻ 3000 വർഷം 200 വർഷമായിട്ടുള്ള കിട്ടിയിട്ട് അത് പൊക്കിയിട്ട് ഇത് ഫിറഔന്റെ ജഡാന്ന് മുസ്ലിമീങ്ങളല്ല പറഞ്ഞത്. അത് ആരാ പറഞ്ഞത്? അത് ജിയോളജി ഡിപ്പാർട്ട്മെന്റാ പറയുന്നത്. അത് പഴയകാല പ്രതാപത്തിന്റെ കഥകളാ പറയുന്നത്. 3000 കൊല്ലം കടത്തിയ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ ഒരു അത്ഭുതം പോലെ 1400 കൊല്ലമല്ല, ഏകദേശം 4000 വർഷം മുമ്പേ പൊട്ടിപ്പുറപ്പെട്ട വെള്ളത്തിനെ ഇന്നും പുറപ്പെടുവിക്കുകയാണ്. 3000 കൊല്ലം മുമ്പ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, 4000 വർഷങ്ങൾക്ക് മുമ്പേ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മെല്ലെ ഇങ്ങനെ വന്ന് അവിടെ തന്റെ മക്കളെ ഇട്ടേച്ച് പോകുമ്പോ ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നു? നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൊക്കെ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? അത്ഭുത ചിത്തയായി തന്നെ ഇവിടെ ഇട്ടേച്ച് പോവാണോ? വെള്ളമില്ലവിടെ, ഭക്ഷണമില്ലവിടെ, മറ്റ് വസ്തുക്കളില്ലവിടെ, യാത്രക്കാരില്ലവിടെ, പറവകൾ പറക്കുന്നില്ലവിടെ. ഈ കൊടും മരുഭൂമിയിൽ കൊടും പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുമോനെയും ഒരു ഉമ്മയെയും ഇട്ടേച്ച് പോവാണ്. ആ പോകുന്ന സമയത്ത് ചോദിക്കാണ്, ഇതെന്റെ അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കുമ്പോ അതെ എന്ന് പറയുമ്പോ ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ തന്നെ കഴിയാൻ. പിന്നെയാണ് ഓട്ടം, ഭക്ഷണം തീർന്നപ്പോഴുള്ള ഓട്ടം, പിന്നെയാണ് കാലിട്ടടിക്കൽ. ആ അടിയിൽ നിന്നാണ് സംസം വെള്ളം കുറെ പുറപ്പെട്ടപ്പോ സംസം അടങ്ങ് അടങ്ങ് എന്ന് പറഞ്ഞ ഹാജറ ബീവിയുടെ വാക്കാണ് ആ വെള്ളത്തിനിട്ട പേര് പോലും സംസം. അടങ്ങ് അടങ്ങ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അടങ്ങിയിട്ടുള്ള ആ വെള്ളത്തിന്റെ സ്ഥലത്തേക്കാ നമ്മൾ പോണത്, കാലിട്ടടിച്ച സ്ഥലത്തേക്കാ നമ്മൾ പോണത്. പിന്നെങ്ങട്ടാ നമ്മൾ പോണത്? കാലങ്ങൾക്ക് ശേഷം പിന്നെ കഅബയുണ്ടാക്കി അതിനു വേണ്ടി നിലനിന്ന സ്ഥലത്തേക്കാ നമ്മൾ പോണത്. പിന്നെങ്ങട്ടാ നമ്മൾ പോണത്? ഒരുപാട് പ്രവാചകന്മാരുടെ കേന്ദ്രമായ മക്ക മദീനയിലേക്കാ നമ്മൾ പോണത്. പിന്നെങ്ങട്ടാ നമ്മൾ പോണത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മക്കയിലേക്കാ നമ്മുടെ പോട്ടം. പിന്നെ നമ്മൾ അറിയണം, അവിടെ തവാഫ് ചെയ്യുന്ന സമയത്താണ് റസൂലുള്ളാഹി വലിച്ചെറിഞ്ഞത്, കാർക്കിച്ചു തുപ്പിയത്, മണ്ണ് വാരി എറിഞ്ഞത്. ഇന്ന് മാർബിൾ ഫലകത്തിലൂടെ നമ്മൾ തവാഫ് ചെയ്യുമ്പോ ഒരു വട്ടം പോലും തവാഫ് ചെയ്യാൻ കഴിയാതെ വിതുമ്പിക്കരഞ്ഞിറങ്ങും നമ്മൾ ഓർക്കണം. പാവം ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിന്റെ തൊട്ടപ്പുറത്താണ് നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചിട്ട് അടിച്ചടിച്ച് തളർന്നപ്പോ റസൂലുള്ളാഹി വന്നിട്ട്, ക്ഷമിക്കു ബിലാലെ, ഒരു കാലഘട്ടം വരും നീ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ, അഥവാ അതിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ മിനയിൽ പോകുമ്പോ കാണും, ഇവിടെ വെച്ചിട്ടാണ് അറുത്തത്. അറുക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് വാള് കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിക്കുമ്പോ അങ്ങനെ മൂർച്ചയില്ലാതെയായത് അവിടെ വെച്ച് ആ സ്ഥലത്തേക്കാണ് നമ്മളീ പോണത്. ഇങ്ങനെ ചരിത്രങ്ങളുടെ ഒരുപാട് ഗന്ധങ്ങളിലൂടെ കടന്നു പോവാണ്. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയിട്ട് തൂക്കിലേറ്റപ്പെട്ടപ്പോ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയി വല്ലാണ്ട് പിന്നെ ഒരു നരക തുല്യമായ തീയിലിട്ടിട്ട് പൊള്ളിച്ചത്. ഇതെല്ലാം സാക്ഷ്യം വഹിച്ച സ്ഥലം റോം പെർഷ്യ നഗരത്തിലാണ് അത് സംഭവിച്ചതെങ്കിലും അതിന് സാക്ഷ്യം വഹിച്ച മക്ക. ആ മക്കയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ മക്കയിലേക്ക് പോകുമ്പോ ചെറിയ ഒരുക്കം നമുക്ക് പോരാ. സാമ്പത്തിക ഒരുക്കം നിങ്ങൾ നടത്തിക്കോ, എല്ലാവരോടുള്ള പ്രയാസങ്ങൾ നിങ്ങൾ തീർത്തോ. പക്ഷെ അവിടെ പോകുമ്പോ ഇതെല്ലാം നടന്ന മണ്ണിൽ ഇല്ല ഒരാളെയും ഞാൻ കുറ്റം പറയില്ല, ഒരാളെയും ഞാൻ ഒറ്റപ്പെടുത്തില്ല. ഈ 40 ദിവസം തങ്കം പോലെ ഞാൻ ജീവിക്കുമെന്ന് ഓരോ ആണും പെണ്ണും തീരുമാനിക്കണം. അവിടെ വെച്ച് വർത്തമാനം ഉണ്ടാകരുത്. അവിടെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിണങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ ചെരുപ്പിന്റെ പേരിലൊക്കെയാണ് എന്താകുക തെറ്റ. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ 1072 ഇപ്പൊ അതിലും വാതിലുകളായി. 1072 വാതിൽ ആദ്യം തന്നെ ഉണ്ട് ഹറമിന്. 72 വാതിൽ ഏത് വാതിലേക്ക് കൂടെ നിങ്ങൾ കടന്ന് കൂടെ പോകുന്നു എന്നോട് അറിയില്ല. ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ, ആരും പേടിക്കണ്ട. അവിടെ നിന്ന് ആര് പോയാലും കിട്ടും ഇൻഷാ അല്ലാഹ്. അത് അള്ളാന്റെ ഭൂമിയാണ്. അതുകൊണ്ട്
അത് പേടിക്കൊന്നും വേണം. അപ്പോൾ ചെരുപ്പ് തിരഞ്ഞ് മറ്റാൾ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് ശാബുലേർ കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നിട്ട് ആ ചെരുപ്പിന് വേണ്ടി കുറെ തിരഞ്ഞു വരുമ്പോഴത്തിന് ഇവര് പോയിട്ടുണ്ടാവും. അധികം ഒന്നും പറയാൻ നേരമില്ല. കൂടുള്ള ആൾക്കാർ അപ്പോൾ ഒരു ബാഗിൽ നിന്ന് ഇപ്പോൾ മോൾ എടുത്തിട്ട് ചമ്മന്തി എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ചമ്മന്തിന്റെ പേരിൽ തല്ല അവിടെ. നമ്മൾ ഇടങ്ങേറായിട്ട് കൊണ്ടുപോയി ചമ്മന്തി അത് ആദ്യം നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളെ കൂടെ കുറെ കമ്പനിയായി വന്ന ആൾക്ക് തോന്നുന്നത് മൂപ്പരിപ്പ് ഇവിടെ ഇല്ലല്ലോ, ഒന്ന് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി വിചാരിച്ചാൽ ചമ്മന്തി പാത്രം എടുത്താൽ അതിന് പിന്നെ മിനൻ്റെ ഉള്ളുന്ന തല്ല്, അറഫേന്ന് തല്ല്, ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമാകാം. എന്തെങ്കിലും ചെരുപ്പ് വൈകിട്ടുണ്ട് വന്നാൽ ഭർത്താവ് പറയും ഞാൻ അപ്പം തന്നെ വിചാരിച്ചതാണ്, ഞാൻ ഒറ്റയ്ക്ക് പോന്നാൽ മതി, അന്നെ കൊണ്ടുവരണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂടും. അങ്ങോട്ട് കൂടിയിട്ട് അവസാനം ഇയാൾ പറയും, എൻ്റെ പെണ്ണുങ്ങൾ പറയും, എൻ്റെ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ആകെ ഒരൊറ്റ തെറ്റ്. അതെന്തേ? നിങ്ങളെക്കൊണ്ട് എന്നെ കെട്ടിച്ചെന്നുള്ളത് മാത്രം. എൻ്റെ വാപ്പൊരു പാവാണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ഭാര്യയും ഭർത്താവ് അതാന്ന് പറഞ്ഞാൽ ശൈത്താൻ നമ്മളെ പിന്നാലാണ്ട് കൂടിയിട്ട് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പും സക്കാത്തൊക്കെ കഴിഞ്ഞിട്ട് ഓവർ ഡോസ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. അതിനെ ഠുംച്ചിട്ട് പൊട്ടിക്കും മൂപ്പരാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറച്ച് ഇറങ്ങിയതാണ് മൊബൈല്. നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറഞ്ഞു. ഈ കഅബനൊക്കെ അവിടെ ക്യാമറ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, സെക്യൂരിറ്റിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ അത് വേണം. കാരണം ഇമാമുമാരെന്നെ നടക്കില്ല. കേരളത്തേക്ക് ഇതുവരെ ഇമാമ് വരാത്തതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കണ മാതിരില്ല, പ്രധാനമന്ത്രിനേക്കാളും സെക്യൂരിറ്റി കൊടുക്കണം ഈ അറമിലെ ഉലമാക്കൾക്ക്. അത്ര ഗെറ്റപ്പിലാണ് അവർ ലോകരാജ്യങ്ങളിൽ പോവുക. അപ്പം അതിനു വേണ്ടി പലയിടത്തും ക്യാമറ ഒക്കെ അതും കണ്ടും കണ്ട് നമ്മളെ മൊബൈലിൽ കണ്ട. ഞാനുള്ളതൊക്കെ പറയാനുള്ളത് പറയണം കേട്ടോ. ചിലര് തവാഫ്, ആദ്യത്തെ തവാഫിൽ നമുക്ക് നല്ല ഫിക്കറാണക്കാരോ, ഒരു 5-6 വട്ടം തവാഫൊക്കെ കഴിഞ്ഞാൽ പിന്നെ തവാഫ് സെൽഫി എടുക്കുക, കഅബനെ സെൽഫി, ചിലര് റൗളനെ സെൽഫി. പടച്ച റബ്ബേ, റൗളനെ സെൽഫി. എവിടെ എത്തി നമ്മൾ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർഗേഹത്തിന് നമ്മൾ സെൽഫി എടുക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കൂടുതലും ചെയ്യുന്ന ആൾക്കാർ നമ്മളൊക്കെ തന്നെ. പിന്നെ കുറച്ച് വിവരമില്ലാത്ത കുറേ യൂറോപ്യൻ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടാവും. തെക്ക് വെള്ള മനുഷ്യന്മാരൊന്നും അധികം ചെയ്യൂല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അവിടുന്ന് വഴക്ക് കൂടാതിരിക്കണം. പിന്നെ ആ സമയത്തിൽ ഈ കണ്ട 8 ദിവസം ലാസ്റ്റ് വരുന്ന വരെ ഞങ്ങളെ പരിപാടി എന്താണെന്നറിയോ? ഹറമ് പോവാ വരിക, നിസ്കരിക്കുക വരിക, തവാഫ് ചെയ്യാ വരിക, ഓതുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. അതില്ലാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, ആ സമയത്താണ് നമ്മൾ എന്താക്കേണ്ടത്? കുറച്ചൊക്കെ ചെലവഴിക്കൽ. ഞാൻ പറയാ, നിങ്ങൾ എത്ര പറ്റ ഹജ്ജിന്റെ സമയത്ത് പിശുക്കത്തരില്ല. ഹജ്ജിന്റെ സമയത്ത് പാവപ്പെട്ടവരെ സഹായിക്കേണ്ട സന്ദർഭമാണ്. അപ്പൊ അവിടൊക്കെ വന്നത് അത്യാവശ്യം കഴിവുള്ളവരല്ലേ നിങ്ങൾക്ക് തോന്നും. എത്ര കഴിവുണ്ടായാലും കുതിരപ്പുറത്ത് വരുന്ന രാജാവാണെങ്കിലും നമ്മൾ എന്താക്കണം? അയാൾക്ക് വെള്ളം വാങ്ങി കൊടുക്കണം. കാരണം ഹജ്ജിന്റെ സമയത്ത് എല്ലാവരും ഒരുപോലെ 2 പോപ്പൂട്ട് നടക്കുകയാണ്, ഒരു സന്തോഷത്തിന് വേണ്ടി. ഒരിക്കലും ഞങ്ങൾ ഈ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ നോമ്പില്, മസ്ജിദ് നബവിന്റെ ഉള്ളിൽ ഞങ്ങൾ കുറച്ച് ഈത്തപ്പഴൊക്കെ പാടെ, കൊട്ടക്കൾ 2-3 ആൾക്കാരുണ്ട്, ഈത്തപ്പഴൊക്കെ പാടെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങളത് അവിടെ നോമ്പല്ലേ, അപ്പൊ നോമ്പ് ഇറക്കാൻ വേണ്ടി ഇട്ടപ്പോ ഒരു അറബി വന്നിട്ട് അങ്ങോട്ട് ചൂടായില്ലേ. ഇതൊക്കെ പാടെ പോയിട്ട് ഞങ്ങളെ കയ്യിക്കുണ്ട്, ആരെയും നിങ്ങളോട് ഇത് ഇവിടെ ഇടാൻ പറഞ്ഞു തരാം. അപ്പൊ ഞങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ഇടേണ്ടത് ഇപ്പൊ എന്താ കഥ എന്ന് വെച്ചാൽ, അപ്പൊ ഇത് എന്റെ സ്ഥലമാണ്, വഖഫാണിത്, അത് ഇവിടെ വേറെ ആരും കൊടുന്ന് ഇടാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് ആൾക്കാർക്ക് ഈത്തപ്പഴവും സംസമും മറ്റുള്ളതൊക്കെ കൊടുന്നു കൊടുക്കാൻ വേണ്ടി തല്ലാണ്. നമ്മളെപ്പോഴും കാണാം മലയാളികൾ, ഞാനിട്ടാ നിങ്ങളല്ല, പിസ്കി ഇങ്ങനെ നിൽക്കണം. വേറെയുള്ള ഈത്തപ്പഴം തിന്നാനൊക്കെ നമ്മൾ ഭയങ്കര മുടുക്കന്മാരാ. കോഴിയൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യണം, അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോയി വാങ്ങും. എത്ര കിട്ടിയാലും നമുക്ക് തയ്യില്ല. പക്ഷേ ഒരാൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാനവിടെ പോയി മനസ്സിലായതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഹജ്ജിന്റെ ആൾക്കാർക്ക് അറിയാം, അവിടെ വളണ്ടിയേഴ്സിന് ട്രെയിനിങ് കൊടുക്കലായിരുന്നു എൻ്റെ പരിപാടി. 3000-ഓളം മലയാളി വളണ്ടിയേഴ്സ്. അവർക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് ഹജ്ജിന്റെ ഇടയിൽ പോയിട്ട് ഇത് ചെയ്യേണ്ടത്, മിനയിൽ എങ്ങനെ ചെയ്യണം, അറഫയിൽ എങ്ങനെ ചെയ്യണം, അതിനുവേണ്ടി 2 പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് 2 പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഹജ്ജ് ചെയ്യാൻ നിൽക്കൂല. എന്താന്ന് പറഞ്ഞാൽ ചെയ്തവരെന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെ ഇങ്ങനെ പോകുന്നവർ ചെയ്യാനും പാടില്ല. അങ്ങനെയാണ്. അതിനൊക്കെ കുറെ പേപ്പേഴ്സ് വേറെ റെഡിയാക്കണം. എനിക്ക് അവിടുത്തെ വിസയുണ്ട്, സൗദി അറേബ്യന്റെ. അപ്പം പിന്നെ അവിടെ ഇടയ്ക്കൊക്കെ വന്നു പോരാം, മാഷാ അല്ലാഹ്. അപ്പം ഞാൻ പറയുന്നത് അപ്പോഴൊക്കെ നമുക്ക് ഈ സങ്കടം മനസ്സിലാവുക. എന്താണ് മലയാളികൾ, ഞാൻ എല്ലാവരും പറയല്ലോ, നമ്മൾ കുറച്ചൊക്കെ ഒരു പിസ്കത്തര ഒഴിവാക്കിയിട്ട് ഞാൻ പറയാ, ഞാൻ എൻ്റെ ഒരു വർത്താനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അത്യാവശ്യം പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം കൊണ്ടുപോയിട്ട് ചെലവാക്കേണ്ട സ്ഥലമാണ് മക്കി മദീന. ഉദാഹരണത്തിന് 2.5 ലക്ഷം റുപ്യ നിങ്ങൾക്ക് ഇപ്പോൾ ഹജ്ജിനായി എന്നുള്ള വിചാരിച്ചോളൂ. ഞാൻ പറയാൻ കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ടാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വലിയൊരു നന്മ പറഞ്ഞുതരാം. നന്മയെ പറ്റി പറയണല്ലോ. 1 ലക്ഷം റുപ്യ അഡീഷണൽ എടുത്താൽ കുറെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. അത്ര പ്രതിഫലം 1 ലക്ഷം റുപ്യക്ക്. ഞാൻ അതിനു വേണ്ടി വന്നോന്നല്ല കേട്ടോ പറയാനൊന്നും. പക്ഷെ നിങ്ങൾക്ക് അവിടെ പോയാൽ മനസ്സിലാവും.
കുറച്ച് റിയാലൊക്കെ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നും. കുറേ സങ്കടപ്പെട്ടവരവിടെ കാണാൻ പറ്റും. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്തിലെ കുറച്ച് കുട്ടികളെ കണ്ടു. കുട്ടികൾ ഹജ്ജിന് വേണ്ടി വന്നിരിക്കാൻ, ചെറുപ്പക്കാർ ഒരു 17-18. ഇപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ തൊണ്ടിൽ പൈസ ഇട്ടിട്ട് വന്നിരിക്കുക ഹജ്ജിന്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളെ പെരയിലില്ലേ കുട്ടികൾ തൊണ്ടിലിടണ്, അങ്ങനെ തൊണ്ടിൽ 1 റുപ്യ 2 റുപ്യ 5 റുപ്യ ഒക്കെ ഇട്ടിട്ട് 17-18 കൊല്ലം തൊണ്ടിലിട്ട അങ്ങനത്തെ കുറെ തൊണ്ടുകൾ പൊട്ടിച്ചിട്ട് ഹജ്ജിന് വരികയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഹജ്ജിന് വരണം എല്ലാവരും സമ്പന്നരാന്ന്. അത് നമ്മളീ പറ്റ പൈസ കൂടിയിട്ട് പോവുള്ളൂ ഹജ്ജിന്. തൊണ്ടിൽ പൈസ ഇട്ടിട്ട് അത് നീ ചെന്നാല് ചില ആഫ്രിക്കക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾ എങ്ങനെ ഹജ്ജിന് വന്നത് ചോദിക്കണമല്ലോ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം പെരയിൽ 3-4 ആടുണ്ടായിരുന്നു, അതിനെ വിറ്റിട്ട്. അപ്പോൾ പെരയിൽ ഉമ്മ ഉണ്ട്, തൽക്കാലം കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് വന്നതാണ്. ഇനി തിരിച്ചു പോയിട്ട് കുറച്ച് ആടിനൊക്കെ വാങ്ങാനുള്ള ഏർപ്പാടൊക്കെ എന്നാൽ നമ്മൾ പൈസ കൊടുത്തോട്ട് വാങ്ങൂല. അതാ രസം. ഇതുപോലെ പറഞ്ഞത് എന്നാ പയ്യരാന്ന് നമ്മൾ വിചാരിക്കണ്ട. അതല്ല, ഇത്ര സങ്കടപ്പെട്ട് ഹജ്ജിന് വരുന്നവരുണ്ട്. ഈ പാവങ്ങളായ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. എത്ര വലിയ കർമ്മമാണ്. ഞങ്ങളിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്, ഞാനും ഷബീർ ഭായി ഒക്കെ. 10,000 ഉറുപ്പിക എടുത്ത് ആഫ്രിക്കയിൽ പെരച്ചു കൊടുക്കാന്ന്. വെറും ഇന്ത്യൻ റുപ്പീസ് 10,000 ഉറുപ്പിക മതി. ആഫ്രിക്കയിലെ പെര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 ഇതാണ് ചുമരാണ്. ആ 4 ചുമരിന് ഒരു ഷീറ്റ് ഇടുക, അതേ ഉള്ളൂ പണി. അങ്ങനത്തെ കുറെ ആഫ്രിക്കക്കാർ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവർക്ക് അവിടുന്ന് പൈസ എന്ന് ചോദിക്കുങ്ങള്. എങ്ങനെയൊക്കെ അരിഷ്ടിച്ചുണ്ടാക്കി പെര പോലും നല്ല പോലെ ആക്കാതെ വന്ന ഹാജിമാർ അവിടെ കൂട്ടത്തിലുണ്ട്. ആ പാവങ്ങൾ നമ്മൾ കാണണം. ഈ കറുപ്പന്മാര് തള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഒരു പറച്ചിലുണ്ട്, കറുപ്പന്മാർ ഇങ്ങനെ പിടിച്ച് തള്ളുന്നു. ഓലൊരു ആവേശമാണ്. ഓലാകെ ജീവിതത്തിൽ ഒറ്റവട്ടെ. കുറച്ച് ആൾക്കാരുടെ നൈജീരിയക്കാരൊക്കെ എപ്പോഴും വരാറുണ്ട്. ചില ആഫ്രിക്കക്കാരാകെ ജീവിതത്തിൽ ഒറ്റവട്ടെ വരുള്ളൂ. ഓല ആവേശമാണ്. അജറുൽ അസ്വദ് ഉണ്ട് കാണുമ്പോൾ അവർക്ക് പിന്നെ കുറച്ച് ശരീരമൊക്കെ ഉണ്ടാവുമല്ലോ. തിന്നിട്ടുള്ള ശരീരമൊന്നും അല്ലാതെ തിന്നൊന്നും വേണ്ട ഈ ശരീരത്തിന്. അതിങ്ങനെ തള്ളിയിട്ടാണ്ട് വരും. അതൊക്കെ നമ്മൾ ക്ഷമിച്ചേക്കണം. അഥവാ എഴുന്നൊരു ചവിട്ട് കിട്ടിയാൽ നമ്മൾ ആലോചിക്കണം, പാവം ആഫ്രിക്കക്കാരൻ കൃത്യമായിട്ട് കണ്ടിട്ട് ചവിട്ടിയൊന്നുമല്ല. ആഫ്രിക്കക്കാർ മാത്രമല്ല, ആരെ കാലെന്ന് കിട്ടിയാലും നമ്മളൊന്ന് സന്തോഷിക്കണം. പടച്ചോനെ, എന്റെ കാല് വേദനായി, ശരിയാണ്. പക്ഷേ ദാ ഇവിടെ തവാഫ് ചെയ്യുമ്പോഴാണ് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടി കിട്ടിയത്, മുഖത്തടി കിട്ടിയത്, ശരീരത്തിൽ അടി കിട്ടിയത്, കാർക്കിച്ച് തുപ്പിയത് ദാ ഈ മണ്ണിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു സുന്നത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഇവിടുന്ന് എന്റെ സുഹൃത്തിന്റെ ഒരു ചവിട്ടെങ്കിലും എനിക്ക് കിട്ടിയല്ലോ, ഇന്ന രാജ്യക്കാരനൊന്നെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. അങ്ങനെയാണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുക്കം എന്ന് പറയുന്ന ഇതിലെ ആന്തരികവും ബാഹ്യവുമായ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഏകനായ അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കാൻ, അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കലാണ്. നമ്മൾ ഫാത്തിഹന്റെ അർത്ഥം പോലും അറിയാതെ ഇരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. ഞാൻ അതിനെ പറ്റി പറയല്ല, പക്ഷെ നമ്മളത് പഠിക്കണ്ടേ, ഉലമാക്കളോട് ചോദിച്ചറിയണ്ടേ. 7 ആയത്തിന്റെ അർത്ഥം പോലും അറിയാതെ നമ്മൾ ഇരിക്കുന്നേ. അതുകൊണ്ട് നമ്മൾ എത്ര വട്ടം ചൊല്ലി, ചിലർ 50,000 വട്ടം ചൊല്ലിയൊരു കൂട്ടത്തിലുണ്ടാവും, ചിലർ കോൺമിലി നിസ്കാരത്തിൽ 1,00,000 പ്രാവശ്യം ചൊല്ലിയൊരു കൂട്ടത്തിലുണ്ടാകും. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് നമ്മൾ അറിയണ്ടേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഓതുമ്പോ സർവസ്തുതിയും അല്ലാഹുവിനാണ്, അവനാണ് സകല ലോകങ്ങളുടെയും രക്ഷിതാവ് എന്ന് പറയുമ്പോ ഏതൊക്കെയാ ആ ലോകമെന്ന് നമ്മൾ അറിയണ്ടേ. അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകണ്ടേ. ഈ കരയെന്ന ലോകം, കടലെന്ന ലോകം, സന്തോഷത്തിന്റെ ലോകം, ദുഃഖത്തിന്റെ ലോകം, ജിന്നുകളുടെ ലോകം, അതേപോലെ തന്നെ മലക്കുകളുടെ ലോകം, ജീവജാലങ്ങളുടെ ലോകം, കടലിന്റെ ലോകം, കരയുടെ ലോകം, അതോടൊപ്പം ലാഹൂത്തിന്റെ ലോകം, ജബറൂത്തിന്റെ ലോകം, മലക്കൂത്തിന്റെ ലോകം, അളമൂത്തിന്റെ ലോകം, ആലമുൽ അംറിന്റെ, ആലമുൽ മിസാലിന്റെ, മലഉൽ ആലയുടെ എല്ലാറ്റിന്റെയും ലോകം. അങ്ങനെ മുഴുവൻ ലോകങ്ങളെയും സബ്അ സമാവാത്ത് എന്ന് അല്ലാഹു വിളിക്കുമ്പോ ആ ലോകങ്ങളെ മുഴുവനും സംരക്ഷിക്കുന്ന അല്ലാഹു, നാം ഈ വസിക്കുന്ന ഭൂമി ഏകദേശം അതിനേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യന്. 13 ലക്ഷം ഭൂമികൾ ഇട്ടാലേ സൂര്യനെന്ന് നിറയൂ. ആ സൂര്യനെ കുറിച്ച് പറയുന്നത് the smallest star in this universe, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം എന്നാണ്. അങ്ങനെ ഒരു ഗാലക്സിയിൽ 69,000 കൊല്ലം ഇരുന്നെണ്ണാനുള്ള നക്ഷത്രങ്ങൾ. ഓരോ സെക്കൻഡിൽ ഓരോന്നെണ്ണുമ്പോ 69,000 കൊല്ലം കഴിയണം ഒരു ഗാലക്സിയുടേത് തീരാനെന്ന് ഡോക്ടർ ഹെഡിംഗ്ടൺ എഴുതി വെക്കുമ്പോ, അങ്ങനെ അനുസ്യൂതമായ പ്രവാഹത്തിന്റെ, ഈ കാണുന്ന പ്രഭാതത്തിന്റെ, ഈ കാണുന്ന കൊള്ളിമീനുകളുടെ, താരാപദങ്ങളുടെ, ക്ഷീരപദങ്ങളുടെ, ഉൽക്കകളുടെ, ലാഹൂത്തിന്റെ, ജബറൂത്തിന്റെ, അളമൂത്തിന്റെ, ആലമുൽ അംറിന്റെ, മലഉൽ ആലയുടെ, ആലമുൽ അർവാഹിന്റെ ഈ തമ്പുരാന്
ആകാശങ്ങളെ മുഴുവനും എന്റെ ഒറ്റ കയ്യിലിട്ട് ഞാൻ അമ്മാനമാടുമെന്ന് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുമർ സൂറത്തിൽ പറഞ്ഞ ഈ കംപ്ലീറ്റ് പ്രപഞ്ചത്തെ എടുത്ത് ഭരിക്കുന്ന ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി അല്ലാഹുവിലേക്കാ ഞാൻ പോകുന്നത്, അല്ലാഹുവിലേക്കാ എന്റെ നോട്ടം. അതുകൊണ്ട് അതിലേക്കുള്ള തിരിയല്. രണ്ടാമത്തതോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സഹാബാക്കൾ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം, കേവല സ്നേഹം പോരാ. അബൂ ദുജാന റളിയല്ലാഹു തന്നെ കെട്ടിപ്പിടിച്ച് അമ്പെയ്യുന്നവരെ എയ്തുകൊള്ളുക, ഞാൻ മരിച്ചാലും എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഞാൻ കരുപ്പില്ല, ഒരിക്കലും എനിക്ക് കഴിയില്ല, അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ അബൂ ദുജാനയെ പോലെ റളിയല്ലാഹു തആല പ്രണയിക്കാൻ നമുക്ക് പറ്റണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങണം, വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മടങ്ങണം, എല്ലാ ആളുകളെയും ആദരിക്കാൻ നമ്മൾ പഠിക്കണം. ഈ ഒരുക്കങ്ങൾക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബാദികളെ കംപ്ലീറ്റ് സന്തോഷപ്പെടുത്താൻ നമുക്ക് പറ്റണം. അങ്ങനെ ഹജ്ജിന്റെ വേളയിൽ ഈ കാണുന്ന 40 ദിവസം സന്തോഷകരമായി ജീവിച്ച് അവസാനം തിരിച്ചു വരുമ്പോ ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്യുമ്പോ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഹജ്ജ് ചെയ്ത ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷവും പിന്നെയും പ്രശ്നക്കാരൻ, പിന്നെയും പലിശക്കാരൻ, പിന്നെയും കച്ചവടത്തിൽ വഞ്ചന കാണിക്കുന്നവൻ, പിന്നെയും ആളുകളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, പിന്നെയും വേറെ ഏതെങ്കിലും രീതിയിൽ പെരുമാറുന്നവൻ, പിന്നെയും ഏറ്റവും നല്ല രീതിയിൽ കുടുംബത്തെ കാണുന്നതിന് പകരം കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, സിലത്തുർ റഹം കുടുംബ ബന്ധത്തെ ചേർക്കുന്നതിന് പകരം അതിനെ തകർത്ത് കളയുന്നവൻ. അതായി തീർന്നാൽ നമ്മുടെ 3.5 ലക്ഷം പോയി, നമ്മുടെ 40 ദിവസവും പോയി. ഇതുവരെ നമ്മൾ ക്ലാബ് കൊട്ടാരം പോലെ കണ്ടു നടന്ന വലിയ സ്വപ്ന സൗധമായി നമ്മൾ കണ്ട പരിശുദ്ധമായ ഹജ്ജ് കാറ്റിലേക്ക് പറന്നു പോയി സഹോദരന്മാരെ. അതുകൊണ്ട് ഹാജിയാകൽ എളുപ്പം, പക്ഷെ ഹാജിയായി ജീവിക്കൽ വലിയ പ്രയാസമാണ്. ഹാജിയായി ജീവിക്കാൻ പ്രയാസമാണ്, ഹാജിയായി മരിക്കാൻ അതിലേറെ പ്രയാസമാണ്. ഹാജിയാകൽ കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോകുന്നവർ 3 കാര്യങ്ങളാ ശ്രദ്ധിക്കണ്ടേ. ഒന്ന്, ഹജ്ജിന് മുമ്പേ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം. മറ്റൊന്ന്, ഹജ്ജ് വേളയിൽ ഏറ്റവും സുന്ദരമായി അത് ചെയ്യണം, ആരെയും ഒറ്റപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ സുന്നത്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. മൂന്നാമത്തതോ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മരണം വരെ സുന്ദരമായി ജീവിക്കണം, ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിൽ ജീവിക്കണം. ആ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിൽ ഈമാൻ ഒരു ഭാഗമാണ്. നേരത്തെ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ പോലെ ഇബാദത്തുകൾ അഥവാ ഇസ്ലാം ഒരു ഭാഗമാണ്. പിന്നെയോ മുആമലാത്ത് സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മത ഒരു ഭാഗമാണ്. പിന്നെയോ മുആശറാത്ത് സാമൂഹിക കുടുംബ ജീവിതം ഒരു ഭാഗമാണ്. പിന്നെയോ അഖ്ലാഖ് സുന്ദരമായ സ്വഭാവം, അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും പുറത്തു കൊടുത്ത് സുന്ദരമായ രീതിയിൽ ഹജ്ജിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഇതിന്റെ അധികാരികൾ പറയും. ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ ഹജ്ജിനെ കാറ്റിൽ പറത്തല്ലേ, ഹജ്ജിനെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് വരല്ലേ. ലോകരാജ്യങ്ങളിലെ ആളുകളൊക്കെ വന്നിട്ട് അവിടെ വന്ന് കരയുമ്പോ നമ്മൾ മനാസിക്കിന്റെ കിതാബുകൾ എടുത്ത് ഓതാറുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ വന്ന് കരയുന്ന ആളുകളെ കാണുമ്പോ നമുക്ക് അസൂയ തോന്നിപ്പോകും. പാവം തൊണ്ടിൽ പൈസ ഇട്ട് വരുന്ന ആഫ്രിക്കക്കാരനും പാവം ഒരു പൈസയും ഇല്ലാതെ, നയാ പൈസ ഇല്ലാതെ വരുന്നവൻ കഅബയുണ്ട് കാണുമ്പോഴേക്ക് സുജൂദിൽ വീണിക്കൊണ്ട് യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാറുണ്ട്. പക്ഷെ ആ സമയത്തും നമ്മൾ ഇങ്ങനെ നോക്കാറാണ്, ആരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്. ഇല്ല സഹോദരന്മാരെ, പാവം കറുപ്പനും വെളുപ്പനും സുജൂദിൽ വീണിട്ട് പൊട്ടിക്കരയുന്നത് പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ കരയാൻ നമുക്ക് പറ്റണം. അതിന് സുന്ദരമായ ഒരു ജീവിതം ഹജ്ജിന് പോകുന്നതിന് മുമ്പേ നമുക്കുണ്ടാകണം. ഹജ്ജിന്റെ വേളയിൽ അതുണ്ടാകണം. ഹജ്ജ് കഴിഞ്ഞാലും നമ്മുടെ ജീവിതം മരണം വരെ അങ്ങനെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. മയ്യത്ത് നമ്മുടെ നാട്ടിൻ പുറത്തിലൂടെ കൊണ്ടുപോവാൻ, ആ കൊണ്ടുപോകുന്ന സമയത്ത് വലത്തും ഇടത്തും പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ മക്കളായിരിക്കും, കുടുംബമായിരിക്കും. ആ സമയത്ത് അവിടെയുള്ള മുഴുവൻ ആളുകളും പറയണം, ഇങ്ങനെ ഒരു മനുഷ്യൻ എന്നാണ് ഇവിടെ ഇനി ജന്മമെടുക്കുക എന്ന്, ഇങ്ങനെ ഒരു സ്ത്രീ, ഇങ്ങനെ ഒരു പെണ്ണ് എങ്ങനെയാ എന്നാണ് ഇവിടെ ജന്മമെടുക്കുക എന്ന് ഓരോരുത്തരെ കുറിച്ചിട്ടും ആളുകൾ സംസാരിക്കണം. പോരാ, അവിടുത്തെ മറ്റു ജാതിക്കാരും അത് പറയണം. പോരാ, ആ കൊണ്ടുപോകുന്ന വായുവിലെ ഓരോ കണിക പോലും പറയണം എത്ര നല്ല മനുഷ്യനായിരുന്നു അതെന്ന്. ആ ഒരവസ്ഥയിൽ ജീവിതം മുഴുവനും ഹജ്ജിന്റെ സുന്ദരമായ ലോകമായി ജീവിക്കാൻ സാധാരണ ഉറുദുക്കാര് പറയുന്ന ഒരു ഭാഗമുണ്ട്, ജിന്ദഗി ഗുസാരോ റമസാൻ കി തര മൗത്ത് ആയേഗി, മൗത്ത് ആയേഗി ഈദ് കി തര. സുന്ദരമായ ഒരു പദമാണ് ജിന്ദഗി ഗുസാരോ റമസാൻ കി തര. ജീവിതത്തിന് റമദാൻ പോലെ കൊണ്ടുപോ, മൗത്ത് ആയേഗി ഈദ് കി തര.
ജീവിതത്തിൽ അങ്ങനെ കഴിഞ്ഞാൽ മരണം നിനക്ക് വേണ്ടി കടന്നു വരും, പെരുന്നാള് പോലെ കടന്നു വരും. ആ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെരുന്നാളാണ്. അതുകൊണ്ട് ജീവിതം ഒരു നോമ്പിന്റെ ചിട്ടവട്ടയോടെ കൊണ്ടുപോവുക. ജിന്ദഗി ഗുസാരോ റമസാൻ കി തര, മൗത്ത് ആയേഗി ഈദ് കി തര. അപ്പൊ മരണം കടന്നു വരും, പെരുന്നാള് പോലെ നമ്മൾ മരിക്കുന്ന ദിവസം സുന്ദരമാകും. പ്രാപഞ്ചിക പ്രാതിഭാസികതകൾ മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരണം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ, ഇന്ന് മുതൽ പ്രണയത്തിലാവുക, പാരസ്പര്യത്തിലാവുക. പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ പ്രയാസങ്ങളും തീർത്ത് വിട്ടുകൊടുക്കാനുള്ളതെല്ലാം വിട്ടുകൊടുത്ത് സുന്ദരമായി ഹജ്ജിന് വേണ്ടി തയ്യാറാവുക. പ്രിയപ്പെട്ട അമ്മായിമ്മമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മരുമക്കളെ നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകും. പാവം ആ കുട്ടികൾക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തേക്കുക. അവരോട് പോലും നിങ്ങൾ മാപ്പ് പറയുക. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ പ്രിയപ്പെട്ട മോള് അവളുടെ ഉപ്പയെയും ഉമ്മയെയും എല്ലാവരെയും ഒഴിവാക്കിയിട്ട് ഇതെന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞ് വന്നതാണ്. പിന്നെന്തൊക്കെയോ കശപശയുണ്ടായി, അവളുടെ അടുത്തും കുഴപ്പങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ അത് പുറത്തു കൊടുക്കണം. പ്രിയപ്പെട്ട മരുമക്കളെ, നമ്മുടെ അമ്മായിമ്മക്ക് പുറത്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, സ്നേഹപൂർവ്വം മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട മക്കളെപ്പോലും ഒരു സമയത്ത് 2-3 വർഷം മുമ്പാണ് വാപ്പ മോനെയും കൊണ്ട് കൗൺസിലിങ്ങിന് വരികയാണ്. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറയാൻ, സാറേ ഞാൻ ഹജ്ജിന് അന്ന് ഉംറയ്ക്ക് വേണ്ടി പോവാണ്, പക്ഷെ ഇവരെനിക്ക് പുറത്തു തരണില്ല. ആ സമയത്ത് മൂത്ത മോൻ പറയാണ്, എന്റെ വാപ്പ എന്നോട് കുറെ ക്രൂരത ചെയ്തിട്ടുണ്ട്, വാപ്പ ഉംറക്ക് പോവേ ഹജ്ജിന് പോവേ എന്താ ആയിക്കോട്ടെ, ഞാൻ മാപ്പ് കൊടുക്കണ പരിപാടിയെ ഇല്ല എന്നാണ്. അങ്ങനെ ഒരു മക്കളും നമ്മളെ കുറിച്ച് പറയരുത്, ഒരു വാപ്പയും ആരും നമ്മളെ കുറിച്ച് പറയരുത്. അതുകൊണ്ട് സുന്ദരമായി പടിയിറങ്ങണം, സുന്ദരമായി യാത്ര ചെയ്യണം, സുന്ദരമായി അതെല്ലാം നിർവഹിക്കണം, സുന്ദരമായി തിരിച്ചു വരണം. അങ്ങനെ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തോട് വിട പറയണം. അങ്ങനെ ഒരു ഹജ്ജായി ഇതിനെ മാറ്റാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അൽ ഹിന്ദ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് 1000 ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഷബീറിനും, അതേപോലെ തന്നെ ഹജ്ജിന് വേണ്ടി അവിടെ കൂട്ടത്തിൽ അമീറുമാരായി വരുന്നവർക്ക് പ്രത്യേകമായ സൗഭാഗ്യങ്ങൾ നൽകുന്ന പടച്ചോൻ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, അവിടെ ഇൽമുകളിലൊക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഹജ്ജിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ പോകുന്ന ആളുകളോട് നിങ്ങൾ ആരും സന്ദേഹപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. എപ്പോഴെങ്കിലുമൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ നിങ്ങളൊക്കെ അടുത്തടുത്ത ടെന്റുകളിലാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തടുത്ത ബിൽഡിങ്ങുകളിലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവർക്ക് വേണ്ടി പറയട്ടെ, അവരെന്നോട് പറഞ്ഞതല്ലെങ്കിലും അവരുടെ സമയം വിളിക്കൊക്കെ കൊടുത്തിട്ട് അതിന് ബാക്കിയുള്ള സമയങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വന്ന് ക്ലാസ് എടുക്കാനും അവര് ഉറപ്പ് പറയല്ലട്ടാ. ഷബീർ ഇപ്പം ഇങ്ങനെ അന്തിച്ച് നോക്കണ്ട, കാരണം 1500 ഹാജിമാരും ഓല നോക്കാനുള്ള ആൾക്കാർക്കും പകരം എപ്പോഴെങ്കിലൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അഥവാ ഗവൺമെന്റ് ഹജ്ജിൽ പോകുന്ന ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ, ഇവർക്ക് ഒഴിവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വന്നിട്ട് എടുത്തു തരും. ഇല്ലെങ്കിൽ ആ ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി ഉഷാറായിട്ട് ക്ലാസ്സുകളൊക്കെ ഇതാക്കണം. ഞാൻ പറയാം, ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഹജ്ജിന് പോകാൻ ഇനിയും സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ആ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ പോകാൻ പാടും. ഈ രണ്ടത്താണിയുള്ള ഒരു സുഹൃത്ത്, ചിലപ്പോഴൊക്കെ നമുക്ക് ഭാഗ്യം പോലെ ചില ആൾക്കാരെ കിട്ടും. ഞാനൊരു ഭാഗ്യമായിട്ട് പറയല്ല, അതായത് ഞാനിങ്ങനെ ഈ ഹജറുൽ അസ്വദിന്റെ ഇവിടുന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ, ആ സാധു ആദ്യമായിട്ട് തവാഫിന് വന്നതാണ്, എന്നോട് ചോദിച്ച് പിന്നെ കഹാ ഹേ ഹജറുൽ അസ്വദ് സാബ് എന്ന് ചോദിച്ച്, എവിടെയാണ് ഹജറുൽ അസ്വദ് നിൽക്കുന്നത്? ആ സാധുവിന് ഹജറുൽ അസ്വദ് അറിയില്ല, ഇവിടെ രണ്ടത്താണിക്കുള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു പോകും, മൂപ്പര് ഇന്നങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചിലാണ്. അദ്ദേഹത്തിന് തവാഫ് തുടങ്ങാൻ നേരത്തെ ഹജറുൽ അസ്വദ് എവിടെയാണ്, എവിടുന്നാ തുടങ്ങേണ്ടത്, ഒറ്റക്ക് പോയതാണ്. പക്ഷെ ആ മൂലക്ക വന്ന് നോക്കുമ്പോ ഇന്നെയാണ് കാണുന്നത്. അയാളുടെ ഒരു സന്തോഷം എത്ര ആയിരിക്കും. ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഈ സാഹചര്യം തന്നെ മൂപ്പരുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഞാൻ പറയുന്നത് ചിലപ്പോ നമ്മൾ ഫിക്കറിലാണ്ട് പോയി കഴിഞ്ഞാല് ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി തരും. അതോടൊപ്പം ആരോഗ്യമില്ലാത്തവര് വിഷമിക്കണ്ട കേട്ടോ, നെഗറ്റീവ് ആകണ്ട. അവിടെ എത്തുമ്പോ നിങ്ങൾക്ക് ഒരു ആരോഗ്യം വരാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒരു വല്ലാത്ത വരവാണ്. എന്റെ ഉമ്മന്റെ കാര്യം പറഞ്ഞല്ലോ, പറ്റ താപാനായി പ്രയാസമായി, വയസ്സൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടിലാ പോയെ. അവിടുന്ന് എല്ലായിടത്തും നടക്കുക ചെയ്തേ. 50 പ്രാവശ്യം, മരിച്ചു ആയതുകൊണ്ട് നന്മ പറയാമല്ലോ, 50 പ്രാവശ്യം തവാഫ് ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ച ഒരു ഹദീസിൽ കണ്ടത്. 50 പ്രാവശ്യം തവാഫ് ചെയ്താൽ ഭയങ്കരമായ ഉയർച്ച ഉണ്ടാവും. 50 വട്ടം 7 വട്ടം കറങ്ങണം, 50 പ്രാവശ്യം 7 വട്ടം കറങ്ങണം. അതും പൂർത്തിയാക്കി. ഞാനല്ല, അവരൊക്കെ പാടെ പൂർത്തിയാക്കി. ഞാൻ പറയുന്നത്, അങ്ങനെ പോകുമ്പോ നമുക്കൊരു ആരോഗ്യമൊക്കെ ഉണ്ടാകും. ഞാൻ ആരോഗ്യമുള്ളവർ അഹങ്കരിക്കണ്ട.
എനിക്ക് 35-40 ആയിട്ടുള്ളൂ എന്ന്. ഒന്ന് വീണാ കെടുക്കണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അറിയുന്ന ഒരു പ്രദേശത്ത് ഒരാള് കുറച്ച് സിഹിറുമായി ബന്ധപ്പെട്ട ഒരാളിന്, സിഹിർ എന്ന് പറഞ്ഞാൽ സബീഉൽ മൂബിക്കാത്താണ് എന്ന് പറഞ്ഞാൽ ഉറക്കപ്പെട്ടത് ഭയങ്കര പാപങ്ങളാണ്. സിഹിറിന്റെ ആളായിരുന്നു അയാള്. ഇതേപോലെ ഹജ്ജിന് വേണ്ടി പോയി, നല്ല ആരോഗ്യവാൻ അവിടെ ഇറങ്ങി അന്ന് തന്നെ പനിയാണ്ട് പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ പോയി. അറഫെ പോലും കടക്കാൻ കഴിഞ്ഞില്ല, ഹജ്ജില്ലാതെ തിരിച്ചു പോരേണ്ടി വന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, അതോട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞാല് ആ മണ്ണിൽ നടക്കൂല. ആരോഗ്യമുള്ളവരും പ്രാർത്ഥിക്കണം, ആരോഗ്യമില്ലാത്തവർ വേഗം പ്രാർത്ഥിക്കണം. കാരണം അവിടെ ചെന്നാൽ ഒരു ആരോഗ്യം ഉണ്ടാകും. അള്ളാഹു നല്ല രീതിയിൽ പോകാനും നല്ല രീതിയിൽ വരാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജ് യശസ്സമായ രീതിയിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സംസാരം നീണ്ടുപോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രാർത്ഥനകളൊന്നും ചെല്ലാല്ലേ നേരത്തെ പറഞ്ഞ മാതിരി, പക്ഷെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം. അങ്ങനെയുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ഉലമാക്കളെ കണ്ടാൽ അവരുടെ ക്ലാസ്സുകൾ കേട്ട് ആകെ നമുക്ക് ജീവിതത്തിൽ ഒറ്റ ഹജ്ജേ ഫർളുള്ളൂ, അത് കൃത്യമായിട്ട് ചെയ്തിട്ട് വരണം. അത് അള്ളാഹു അതിന് വലിയ തൗഫീക്ക് നൽകുമാറാകട്ടെ. നേരത്തെ പറഞ്ഞ മാതിരി ജിന്ദഗി ഗുസാരോ റമസാൻ കി തര മൗത്ത് ആയേഗി ഈദ് കി തര. ഇത് സംഘടിപ്പിച്ചവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇവിടെ ഇരിക്കുന്ന അമീർമാർക്കും ലക്ഷ്യമുള്ളൂ, സംസാരിച്ച എനിക്കും ലക്ഷ്യമുള്ളൂ. ഹജ്ജിന് പോകുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു ഖൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.